പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിൽ CUET 2023 വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടിയുള്ള അഡ്മിഷന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഓൺലൈൻ കോച്ചിങ്ങിന് വേണ്ടി നമുക്ക് ഏപ്രിൽ 3 മുതൽ ക്ലാസ്സുകൾ ആരംഭിച്ചു. ഓരോ ജില്ലയും ഓരോ സബ്ജക്റ്റാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടിയുള്ള പരിശീലനമാണ് നൽകുന്നത്. ഇംഗ്ലീഷിന് നേതൃത്വം നൽകുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. ഇന്ന് രണ്ടാമത്തെ ക്ലാസ് ആണ് നടക്കുന്നത്. CUET 2023 ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സിന് വേണ്ടിയും മറ്റെല്ലാ CGAC പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന CGAC സ്റ്റേറ്റ് കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട ഡോക്ടർ അസീം സാറിനെ ആദ്യം തന്നെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ കോർഡിനേറ്റർ, തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ ശ്രീ ഷിഹാബ് സാർ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിൽക്കുകയും നമ്മളെ നയിക്കുകയും ചെയ്യുവാണ്. സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാ ജില്ലാ കോർഡിനേറ്റേഴ്സും അതുപോലെ ജോയിന്റ് കോർഡിനേറ്റേഴ്സ്, എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്ട് കൺവീനേഴ്സ്, അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ട എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും നൽകുന്ന പ്രിയപ്പെട്ട CGAC കുടുംബാംഗങ്ങൾ, എല്ലാ കരിയർ ഗൈഡുമാർ, സൗഹൃദ കോർഡിനേറ്റേഴ്സ്, അതുപോലെ എല്ലാ ജില്ലയിലെയും ഫാക്കൽറ്റീസ്, അതുപോലെ ഇതിൽ പങ്കെടുക്കുന്ന മിടുക്കരായ എല്ലാ വിദ്യാർത്ഥികളെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഇംഗ്ലീഷ് പരിശീലന ക്ലാസ് നയിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരം മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മെഴ്സി ജോസഫ് ടീച്ചർ, അതുപോലെ പട്ടം ഗവൺമെന്റ് ഗേൾസ് HSSലെ രതി ടീച്ചർ, രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കിളിമാനൂരിലെ രാഖി ടീച്ചർ, 3 പേരെയും ഞാൻ ഈ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ. ടീച്ചർ, ഫസ്റ്റ് സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് മുസ്ലിം GHSS കന്യാപുരം സ്കൂളിലെ മേഴ്സി ടീച്ചറാണ്. മേഴ്സി ടീച്ചർ. ടീച്ചർ അൺമ്യൂട്ട് ചെയ്യണേ. മേഴ്സി ടീച്ചർ അൺമ്യൂട്ട് ചെയ്യണേ. Hello everyone. Good evening and welcome to CUET English class. I'm Mercy Joseph C, working in Muslim Girls Higher Secondary School, Tirunelveli, and I'm here to deal with a very important section from grammar in the CUET syllabus. The topic for the day is subject-verb agreement, which is also known as concord in English. അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റിലാക്സ് ചെയ്തിരിക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. പേനയും ബുക്കൊക്കെ കയ്യിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷെ നോട്ടുകളെല്ലാം തന്നെ നമ്മളിതിലെ എല്ലാ നോട്ടുകളും നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് അയച്ചു തരുന്നതാണ്. ഒന്നും തന്നെ കോപ്പി ചെയ്യേണ്ടിയില്ല. പക്ഷെ ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇൻ ദ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് this topic is not included, but definitely you can expect variety of questions from this section. Okay, so shall we start? So first we are going to deal with the concepts regarding subject-verb agreement to know the fabric of the sentence, and then we'll work out some questions regarding that. Okay, so this is our pattern of the classes. നമുക്ക് ക്ലാസ്സസ് പവർ പോയിന്റ് പ്രസന്റേഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഷെയർ സ്ക്രീൻ കൊടുത്താൽ മതി.
മേഴ്സി ടീച്ചറെ കിട്ടുന്നല്ലോ ടീച്ചർ ഷെയർ ചെയ്തിട്ട് ഇല്ല, ഷെയർ സ്ക്രീൻ കൊടുത്തോ ടീച്ചർ? ആ പച്ച താഴെയുള്ള കൊടുത്തല്ലോ ടീച്ചർ, ഷെയർ സ്ക്രീൻ കൊടുത്തു. അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്യട്ടെ ടീച്ചർ സ്ക്രീൻ? ടീച്ചർ ഒരു മിനിറ്റ്. Slideshow from the beginning. ടീച്ചർ സ്ക്രീൻ ഷെയർ ആവുന്നില്ല കേട്ടോ. ആണോ? ഓക്കെ ഓക്കെ. ടീച്ചർ ഒന്ന് ഷെയർ ചെയ്യാമോ ടീച്ചർ? ഷെയർ ചെയ്യാം. Teacher, from the beginning? Yes. Okay. So here we are. Let's start that. About we have to answer the question, why subject-verb agreement is important. You know that this agreement ensures that your sentence is accurate, clear, and stylistically correct. So let's start that concord. You can use it this correctly in your questions. So let's നിങ്ങൾക്ക് എക്സാമിന്റെ പാറ്റേൺ എല്ലാം നമുക്ക് അറിയാം, നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ 200 മാർക്സിന്റെ ആ ക്വസ്റ്റ്യനിൽ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 40 ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഈ പറഞ്ഞ 40 ക്വസ്റ്റ്യൻസും 5 മാർക്ക് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണം. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സുഹന ടീച്ചർ, നമുക്ക് സ്ലൈഡ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ. സോ കോൺകോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രിമെന്റ് ബിറ്റ്വീൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. ഓക്കെ. അപ്പോ ഈ കോൺകോർഡില് നമുക്ക് അറിയാം, നമുക്ക് ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് എന്താന്ന് നിങ്ങൾക്ക് അറിയാം. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുമ്പോൾ 9 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. അപ്പോ നമ്മൾ അതെല്ലാം ഒന്ന് ടീച്ചർ ഒന്ന് താഴേക്ക് ഒന്ന് ഷെയർ ചെയ്യണേ. ഓക്കെ. സോ ഓക്കെ ടീച്ചർ, ഞാൻ പറയുന്ന അനുസരിച്ച് നെക്സ്റ്റ് ഇട്ട് പോയാൽ മതി. എനിക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് പോകാനുള്ളതുകൊണ്ട് ടീച്ചർ പെട്ടെന്ന് അങ്ങ് ഷെയർ ചെയ്താൽ മതി. എനിക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്കറിയാം പാർട്സ് ഓഫ് സ്പീച്ചില് തമ്മിലുള്ള ഒരു കണക്ഷനെയാണ് നമ്മൾ ഈ പറഞ്ഞ കോൺകോർഡ് എന്ന് പറയുന്നത്. അതില് 9 പാർട്സ് ഓഫ് സ്പീച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. അപ്പൊ ഇതിൽ നൗണും പ്രോനൗണും ആണ് സബ്ജക്ട് പാർട്ടിൽ വരുന്നത്. അപ്പോ മെയിൻ ആയിട്ട് സബ്ജക്റ്റും വെർബും തമ്മിലുള്ള അഗ്രിമെന്റിനെയാണ് നമ്മൾ കോൺകോർഡ് എന്ന് പറയുന്നത്. അപ്പോ ഈ 9 പാർട്സ് ഓഫ് സ്പീച്ചില് പറഞ്ഞ സബ്ജക്റ്റ്, വെർബ്, ഇത് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സബ്ജക്റ്റും വെർബുമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺകോർഡ്സ്. അതുകൊണ്ട് തന്നെ കോൺകോർഡ്സ് ഇൻ ജനറൽ നമ്മൾ പറയുന്നത് ഈ പറഞ്ഞ സബ്ജക്ട് വെർബ് കോൺകോർഡ് എന്നാണ്. കോൺകോർഡ്സ് പലതരത്തിലുണ്ട്. സോ നമുക്ക് 9 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. ഈ 9 പാർട്സ് ഓഫ് സ്പീച്ച് ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നൗണും പ്രോനൗണും ആണ്. ബിക്കോസ് ഇത് രണ്ടും സബ്ജക്റ്റിന്റെ പാർട്ടിൽ വരുന്ന സെക്ഷൻസ് ആണ്. അതും
വേർബും തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ കോൺകോർഡ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മെയിൻ പാർട്സ് ഓഫ് സ്പീച്ചിനെ നമ്മള് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് എന്ന് പറയുന്നു. ഇംഗ്ലീഷിൽ നമുക്ക് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് എന്നാണ് ജനറലി എല്ലാ കോൺകോർഡിനെയും പറയുന്നത്. പക്ഷെ അത് കൂടാതെ നമുക്ക് നൗൺ പ്രൊനൗൺ അഗ്രിമെന്റ് ഉണ്ട്, വേർബ് വെബ് അഗ്രിമെന്റ് ഉണ്ട്, പോയിന്റ് ഓഫ് ടൈം വേർബ് അഗ്രിമെന്റ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ജനറലി പറയുന്ന സെക്ഷൻസ് ആണ് നമ്മൾ ഈ പറഞ്ഞ കോൺകോർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഏതൊക്കെ കാറ്റഗറിയിലാണ് നമ്മൾ ഈ അഗ്രിമെന്റ് ഉണ്ടാക്കേണ്ടത് എന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതില് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്പർ ആണ് ഇംഗ്ലീഷില്. അപ്പൊ നമ്പർ നോക്കുമ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ നമ്പർ കോൺകോർഡ് ചെയ്യുന്നത്. പിന്നീട് ജെൻഡർ ആണ് വരുന്നത്. ജെൻഡർ മാസ്കുലിൻ ആണോ ഫെമിനൻ ആണോ എന്ന് നോക്കിക്കൊണ്ട് ന്യൂട്ടർ ജെൻഡർ ഉണ്ട്, അതനുസരിച്ച് നമ്മൾ കോൺകോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. തേർഡ് സെക്ഷനിൽ പേഴ്സൺ, നിങ്ങൾക്കറിയാം ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ സബ്ജക്ട് വേർബ് അഗ്രിമെന്റിന്റെ കോൺകോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനുശേഷം സബ്ജക്ട് സെക്ഷനിൽ നമുക്ക് ഏറ്റവും വലിയ ചലഞ്ച്, ഈ സബ്ജക്ട് വേർബ് കോൺകോർഡിൽ ഏറ്റവും വലിയ ചലഞ്ച് സബ്ജക്ട് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ്. അപ്പൊ സബ്ജക്ട് സെക്ഷനിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കൊരു കൃത്യമായൊരു ധാരണ ഉണ്ടെങ്കിലാണ് ഈ കോൺകോർഡ് നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുക. സോ ലെറ്റ്സ് സീ വാട്ട് ഓൾ തിങ്സ് ആർ ദേർ ഇൻ ദ സബ്ജക്ട് സെക്ഷൻ, വാട്ട് ഓൾ തിങ്സ് യു കൻ എക്സ്പെക്ട് ഫ്രം ദേർ. സോ ചിലപ്പോൾ നമുക്ക് സിംഗിൾ സബ്ജക്റ്റ് ആയിരിക്കും കിട്ടുക, വിത്ത് സ്യൂട്ടബിൾ, ഇറ്റ് ക്യാൻ ബി കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ ആയിട്ടുള്ള സിംഗിൾ സബ്ജക്റ്റ് ആയിരിക്കും. കോമ്പൗണ്ട് സബ്ജക്ട്സ് ഉണ്ടാവും, ഒന്നിൽ കൂടുതൽ സബ്ജക്ട്സ് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ കോമ്പൗണ്ട് സബ്ജക്ട്സ് that will be connected by the conjunctions and either or neither nor. Then indefinite pronouns ഉണ്ടായിരിക്കും, like each, every, someone, somebody. അത് തന്നെ സിംഗുലർ ഉണ്ടായിരിക്കും, പ്ലൂറൽ ഉണ്ടായിരിക്കും. Then noun phrases ഉണ്ടായിരിക്കും, സബ്ജക്റ്റിന്റെ ഒരു ഏരിയയിലെ noun phrases ഉണ്ടായിരിക്കും. ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അപ്പൊ ഈ noun phrases വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അഗൈൻ a noun can be a collective noun. പിന്നെ ഇൻവേർഷൻ കാണും ചിലപ്പോൾ സബ്ജക്റ്റില്, അതായത് നോർമൽ സബ്ജക്ട് പൊസിഷൻ എന്ന് പറയുന്നത് SVO പാറ്റേൺ ആണ്. എന്നാൽ ചിലപ്പോൾ ഇൻവേർഷൻ വരുമ്പോൾ ഈ പറഞ്ഞ നമുക്ക് സബ്ജക്റ്റിന്റെ പൊസിഷൻ ഒന്ന് മാറിയിട്ടുണ്ടാവും. അവിടെയൊക്കെ നമ്മൾ സബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഡിഫിക്കൽറ്റി ഉണ്ടാവും. Then there will be titles and country names. അപ്പൊ ഈ സബ്ജക്ട് പാർട്ടിൽ എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക എന്ന് നമ്മൾ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ കോൺകോർഡ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അപ്പോ ഇതിലെ കുറെ റൂൾസ്, ബേസിക് റൂൾസ് നമ്മൾ അറിഞ്ഞിരുന്നാലാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഈ സെക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുക. So let's go to the rules of the section. The first rule is subject verb agreement. Basic rule തൊട്ട് നമ്മൾ തുടങ്ങുകയാണ്. A singular subject takes a singular verb എന്നുള്ളതാണ്. So when you check the examples, you can see she eats mango. So അതിൽ നമ്മൾ singular subject ആണ്, ഒരു confusion ഇല്ല. It's very clear. You have got a singular subject, she, and the verb eats. So you use singular verb subject under and use singular form of the verb. So she eats mango, no doubt at all, it's very clear. And when the plural subject takes plural in the present tense form, namukkariyam they eat mango. Okay, so idana adile ഏറ്റവും ബേസ് ആയിട്ടുള്ള subject verb form. If the subject is singular, you have to use singular form of the verb, and if the subject is plural, you have to use the plural form of the verb. Okay, next let's see. When two subjects are joined by conjunction, and what happens, let's see. So usually and is a plural, it is used as plural in the plural form. So two subjects are there and it's used. Look at the example. A car and a bike are my means of transportation. So here രണ്ട് വെഹിക്കിൾസ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കാറാണ്, മറ്റത് ബൈക്കാണ്. രണ്ടും മൈ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലെ. അപ്പോ അടുത്ത ഒരു എക്സാമ്പിൾ നോക്കൂ. ദ ഡയറക്ടർ ആൻഡ് ദ പ്രൊഡ്യൂസർ ഓഫ് ദ ഫിലിം ഹാവ് അറൈവ്ഡ് എന്ന് തന്നിരിക്കുന്നു. അപ്പൊ ഇവിടെയും രണ്ട് സിംഗുലർ ആയിട്ടുള്ള രണ്ട് നൗൺസ് നമ്മൾ കമ്പൈൻ ചെയ്തിരിക്കുന്നത് ആൻഡ് എന്നുള്ള കൺജങ്ഷൻ വെച്ചുകൊണ്ടാണ്. അവിടെ രണ്ട് സ്ഥലത്തും നമ്മൾ പ്ലൂറൽ ആയിട്ട്, അത് രണ്ടും ജോയിൻ ചെയ്യുമ്പോൾ പ്ലൂറൽ ആയിട്ട് വരുന്നു. നമ്മൾ പ്ലൂറൽ ആയിട്ടുള്ള verb form ആണ് ഉപയോഗിക്കുന്നത്. But look at the third example. Here, the director and the producer of the film has arrived എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോ ഇവിടെ വരുമ്പോ നോക്കിയ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മള് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ
എന്ന് ഉപയോഗിച്ചിരിക്കുന്നു ഒരു സ്ഥലത്ത്, മറ്റേ സ്ഥലത്ത് ആർട്ടിക്കിളെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോ ആർട്ടിക്കിൾ നമ്മൾ പഠിക്കുമ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്, ആർട്ടിക്കിൾ പഠിക്കുമ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നു, ഒരെണ്ണത്തിൽ ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ എന്താണ് നമ്മളെ വ്യത്യാസം നോക്കണം. നമ്മൾ ആൻഡ് വെച്ച് കൺജങ്ഷൻ ചെയ്യുമ്പോൾ വേർബ് പ്ലൂറൽ ആണെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇവിടെ രണ്ട് സബ്ജക്റ്റിനും കൂടി ചേർത്ത് നമ്മൾ ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. It denotes that both the persons are the same. The director and the producer are the same person ആണ്. അപ്പോൾ even though we are connected those two subjects with and, we have to use a singular verbs in that section. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സെക്ഷൻ and വെച്ചുള്ള കൺജങ്ഷൻ വെച്ച് ഉപയോഗിക്കുമ്പോൾ normally it is plural, but when there is only one definite article there, we have to use it as has formula, singular formula. And in this section, the example, the director and the producer of the film has arrived. Okay, next, let's go to the next rule. ഇനി നമുക്ക് മറ്റൊരു കൺജങ്ഷൻ ആണ് നോക്കേണ്ടത്. either or neither nor സെക്ഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്ഷനിൽ നോക്കൂ, ഇവിടെ നമുക്ക് രണ്ട് സിംഗുലർ സബ്ജക്ട്സ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് സിംഗുലർ സബ്ജക്ട്സും കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ aunt or my uncle is arriving by train today എന്നാണ്. അപ്പൊ നമുക്കറിയാം ഈ ഇങ്ങനെയുള്ള സബ്ജക്ട്സ് സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഈ either or വെച്ച് neither നമുക്ക് മലയാളത്തിൽ ആലോചിക്കുമ്പോൾ തന്നെ അറിയാം, ആരെങ്കിലും ഒരാളാണ് വരുന്നത്. സോ അങ്ങനെയുള്ള സെക്ഷനിൽ സിംഗുലർ വേർബ് ആണ് ഉപയോഗിക്കുന്നത്. Two singular subjects are connected by or either or neither nor. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കോളൂ. neither Meera nor okay, ഈ either or neither Meera nor Seema is available. Okay, അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. In sentences with or either or neither nor ചിലപ്പോൾ ഒരു സൈഡിൽ നമ്മൾ പറഞ്ഞു രണ്ട് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ സിംഗുലർ സബ്ജക്ട്സ് ആയാലും നമ്മൾ ഏതെങ്കിലും ഒന്നായാലും വെർബ് ഫോം സിംഗുലർ ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു സ്ഥലത്ത് പ്ലൂറൽ സബ്ജക്റ്റും മറ്റൊരു ഭാഗത്ത് സിംഗുലർ സബ്ജക്റ്റും ആണ് ഉപയോഗിക്കുന്നത് വിചാരിക്കുക. Look at the given example. Neither the plates nor the serving bowl goes on that shelf. ഈ ഒരു സെക്ഷനിൽ നോക്കൂ, ഫസ്റ്റ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നൗൺ എന്ന് പറയുന്നത് plates ആണ്, it's plural, and the second subject is singular. So we use a singular verb over here because നമ്മൾ rule of proximity ആണ് അവിടെ പറയുന്നത്. നിയർനെസ്, വേർബിന്റെ അടുത്ത് ഏതാണ് നിൽക്കുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മൾ വേർബ് ചെയ്യേണ്ടത്, വേർബ് ഉപയോഗിക്കേണ്ടത്. So neither the plates nor the serving bowl goes on that shelf എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതേണ്ടിയിരിക്കുന്നു. Look at the next example. Just an inverted formula ആണ് ചെയ്തിരിക്കുന്നത്. Neither the serving bowl nor the plates go on that shelf. ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് നമുക്ക് ഫസ്റ്റ് നൗൺ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ബൗൾ സിംഗുലർ ആണ്, സെക്കൻഡ് പ്ലേറ്റ്സ് പ്ലൂറൽ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വെർബ് പ്ലേറ്റ്സ് പ്ലൂറൽ ആണ്. സോ യു ഹാവ് ടു യൂസ് ദി പ്ലൂറൽ വെർബ് ഇൻ ദാറ്റ് സെക്ഷൻ. ഓക്കെ, സോ either or ഉപയോഗിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ, രണ്ടും സിംഗുലർ ആണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടും സിംഗുലർ ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഒന്ന് സിംഗുലറും ഒന്ന് പ്ലൂറൽ ആയിട്ട് വരുമ്പോൾ ഡെഫിനറ്റ്ലി വെർബിനോട് നിയർ ആയിട്ടുള്ളത് ഏതാണോ അതനുസരിച്ചിട്ടുള്ള വെർബ് യൂസ് ചെയ്യുക എന്ന് പ്രത്യേകം ഓർക്കുക. നെക്സ്റ്റ് റൂൾ, ആസ് വെൽ ആസ്. ഹൗ ക്യാൻ വി യൂസ് ദിസ് ആസ് വെൽ ആസ് സെക്ഷൻ? ഓക്കെ, സോ ആസ് വെൽ ആസ് എന്ന് പറയുന്ന സെക്ഷന് നമുക്ക് അല്പം ട്രിക്കി ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. അപ്പോ ഈ ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പലപ്പോഴും ഈ ആൻഡ് പോലെ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ആസ് വെൽ ആസ് എന്നുള്ളതില് നമുക്ക് അലോങ് വിത്ത് ആസ് വെൽ ആസ് ഇതിലെല്ലാം നമ്മൾ സിംഗുലർ ആയിട്ടാണ് വെർബ് ഉപയോഗിക്കുന്നത്. അപ്പോ സിംഗുലർ വെർബ് ഉപയോഗിക്കുന്ന സമയത്ത് നോക്കിക്കോളൂ, സംടൈംസ് സബ്ജക്ട്സ് ഇത് സെപ്പറേറ്റ് ചെയ്യുന്ന വെർബിന്റെ സൈഡിൽ നമ്മൾ സബ്ജക്ട് സെപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് മോഡിഫയേഴ്സ് ആയിട്ടാണ് ആസ് വെൽ ആസ് അലോങ് വിത്ത് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ആ സമയത്ത് വി ഹാവ് ടു യൂസ്, അത് ഒരു ഫ്രേസിന്റെ പാർട്ടായിട്ട് വരാം. ഈ ഫ്രേസിൽ തീർച്ചയായിട്ടും നമ്മൾ സബ്ജക്ട് സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന എക്സാമ്പിൾ നോക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. ദ പൊളിറ്റീഷ്യൻ അലോങ് വിത്ത് ദ ന്യൂസ്മെൻ ഇസ് എക്സ്പെക്ടഡ് ഷോർട്ട്ലി. അപ്പോ ദ പൊളിറ്റീഷ്യൻ എന്നുള്ളതാണല്ലോ സബ്ജക്ട്,
along with the newsmen. And the bracket other phrase along with it gives an additional information regarding the noun, and so we are using the singular verb is expected. Okay, so as well as ഒരു tricky ആയിട്ട് തോന്നിയേക്കാം, പക്ഷേ അത് അതിന്റെ ഉപയോഗം ശ്രദ്ധിക്കുക. along with, as well as, ഇതൊക്കെ ഒരു additional information ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ they are not part of the subject, so ignore them and use a singular verb when the subject is singular. Okay. Next, നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ parentheses are also not part of the subject. You can just ignore that. Joe and his trusty mutt was always welcome. നമ്മൾ പറയുമ്പോൾ അവിടെ നമുക്കറിയാം trusty mutt, you know, it's an idiotic friend ആണ്. Joe ഇതിനാണ് കൂടുതൽ important ആയിട്ടുള്ളത്. Joe was always welcome എന്ന് നമ്മൾ പറയുകയാണ്. സോ സിംഗുലർ സബ്ജക്ട് മാത്രമായിട്ട് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പാരന്തസിസ് ആസ് വെൽ ആസ് ഇതുപോലെയുള്ള അഡീഷണൽ ഇൻഫർമേഷൻ വരുന്ന എല്ലാ ഏരിയയിലും വി ആർ യൂസിങ് ഓൺലി പ്ലൂറൽ verb over there. Okay. So next is an off rule. Off rule എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി നമ്മൾ പറഞ്ഞു സബ്ജക്ട് പാർട്ടിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഫ്രേസസ് ആണ്. ഫ്രേസസ് വിത്ത് ഓഫ് ആൻഡ് ഓൾ. ഇങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് വരാൻ നോക്കാം നമുക്കൊന്ന്. Let's go to the example first. A bouquet of yellow roses lends color and fragrance to the room. So അവിടെ നമ്മൾ ആ സെന്റൻസില് സബ്ജക്ട് പാർട്ട് നെയിം verb part name നമ്മളൊരു സ്ലാഷ് ഇട്ടിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. Just note the subject part. A bouquet of yellow roses. There's a chance for a small confusion. Which is the real verb, real noun? So of yellow roses എന്നുള്ളത് ഞാൻ ഇവിടെ ബ്രാക്കറ്റ് ഇട്ടിരിക്കുകയാണ്. You can see a bouquet ആണ് നമ്മളവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെ in the sentence. That lends color and fragrance to the room. It's not the roses. This bouquet is made of real yellow roses, not of any paper roses. It is real roses. So this bouquet lends color and fragrance to the room. അപ്പോൾ അവിടെയാണ് ഈ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത്. May appear that there are two nouns, one a bouquet and the roses, but off rule പറയുന്നത് subject comes always comes first. A bouquet of yellow roses lends color and fragrance to the room. Okay, so that is that rule. Now the lights in the stadium, the second sentence അതുപോലെ തന്നെ നമുക്ക് നോക്കിയറിയാം. The lights in the stadium, that's the subject part. So അതിൽ ഏതാണ് നമുക്ക് ഒരു കൺഫ്യൂഷൻ വരാം, പക്ഷെ അത് ഒരു phrase part ആണ്. phrase part മാറ്റി വെക്കുക. The lights, that is the real true subject of that sentence. So we have to use the verb according to that subject, that is the lights. The lights have dimmed. Okay, but here also a small exception is there. When we use words like a lot, some and all are exceptions to the off rule. അപ്പോൾ ഓഫ് റൂളില് ഓർക്കുക ഒരു എക്സെപ്ഷൻ ഉണ്ട്. അത് കുറച്ച് വാക്കുകൾ മാത്രമാണ്. A lot, some and all are exception to the off rule. So look at the example. ഇവിടെ സബ്ജക്റ്റില് നേരത്തെ പറഞ്ഞു ഓഫ് ആദ്യമാണ് വരുന്നതെന്ന് പറഞ്ഞു, പക്ഷെ അത് ഫ്രേസ് പാർട്ടിലാണ്. ഇവിടെ ഇത് നോക്കിക്കോളൂ. A lot of homework is difficult. A lot of എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ homework ആണ്. Lot of just ഒരു phrase ആണ്. It doesn't contain any noun. Noun അവിടെ ഒന്നേ ഉള്ളൂ, homework മാത്രമാണ്. അപ്പോൾ അങ്ങനെ സിംഗിൾ നൗണിന്റെ മുമ്പിലായിട്ട് lot of വരുമ്പോൾ തീർച്ചയായിട്ടും ഓഫിന് ശേഷമാണ് അവിടെ നമുക്ക് noun form വരുന്നത്. So you use singular verb over there. Okay. Next one, you may have some inversions in the subject part. So we know that SVO എന്നുള്ളതാണ് നമ്മുടെ യൂഷ്വൽ ഒരു സെന്റൻസ് പാറ്റേൺ എന്ന് പറയുന്നത്. പക്ഷേ ഇൻവേർഷൻ വരുന്ന സമയത്ത് there is a change in the position of the subject. Look at the example. There are 4 hurdles to jump. Okay. അപ്പോൾ here there is a demonstrative pronoun ആണ്. Usually നമ്മുടെ സെന്റൻസ് പറയുവാണെങ്കിൽ 4 hurdles are there to jump ആണ്. But here the inversion happens. In such cases, the true subject is after. It comes in the second part of the sentence. So
the verb should follow the verb section. So hurdles, and that is in the plural form. So you have to use the plural verb over there. There are 4 hurdles to jump. Look at the second sentence. There is only 1 hurdle, and we use the verb is over there. There is a high hurdle to jump. And the third one also, here are the keys. The normal sentence position is the keys are here. So we are just inverting that section, that demonstrative pronoun is changed to the beginning position. And so the verb goes according to the subject given at the end of the sentence. Here are the keys. Okay, yes. Now we have to go to the other section, that is when we use distances, period of time, sums of money, etc. We have to use a singular verb, okay, because they all are considered as a single unit. You are familiar with these usage. 3 miles is too far to walk, because we consider these 3 miles as a single entity. $10 is a high price to pay. So, number these $10 are amount. So, we use singular verb to denote that sum of money as a total whole. Now, regarding collective nouns are usually used as singular when we use it in an individual, in a separate form, and depending upon, for example, all of my family has arrived. Members' name has arrived. Family as a unit consider, we can say have arrived. It is according to the writer's intention. We can use it either as a singular one or a plural one. Okay, so collective nouns ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ ഒരു freedom എടുക്കുന്നുണ്ട്. So നമ്മൾ verb നോക്കുക. If the verb is in the plural form, you can understand that each and every person of that group is intended. And if it is used as a singular one, we have to note that it is used as a single entity. Now, most of the jury is here. So all are present over there. Each and every one you are using are here. Now, we have already covered this first part of the subject-verb agreement, which is the most important section in the Concord. So, what all things are to be remembered? Let's have a quick look at that. So, points to remember is identify the subject of the sentence. So, the first thing is that ഈ ഒരു സെക്ഷനിൽ എപ്പോഴും നമ്മൾ സബ്ജക്ട് verb സെക്ഷനിൽ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് തന്നെ സബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ചാലഞ്ച്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. Then don't get mistaken by the object when it comes before the subject. ചിലപ്പോഴൊക്കെ നമുക്ക് ഈ പറഞ്ഞ സബ്ജക്റ്റിന്റെ ഇടയ്ക്ക് ഒബ്ജക്റ്റ് കയറി വരുന്ന പൊസിഷൻസ് ഉണ്ടാവാറുണ്ട്. Look at the example given over there. The books in the cupboard are stacked neatly. So, avade subject in the books another subject in the you can see the cupboard over there. That is not the subject. Remember, it is the object of that sentence. So, other random varimbo object ne mistake avanalla cheriya oru chance undu. So, identify the correct subject. The books are stacked neatly. Namukku manasilakan sadhikkum. Pinne adutha section nokkukolu. If there is more than one subject, we have to use, we are combining it with and we always use plural form of the verb over there. The fourth one, idine cheriyoru exception undu. When and is connected by 2 nouns and adile orenam nammal definite article inde the ചേർക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് same person ആണ് denote ചെയ്യുന്ന, and there we have to use a singular verb. Now in the second section നമ്മൾ ഇതേ സെക്ഷനിൽ പറയുന്നത് നോക്കിക്കോളൂ. ഫിഷ് ആൻഡ് ചിപ്സ് ഈസ് മൈ ഫേവറേറ്റ് ഡിന്നർ. 2 nouns അവിടെ ചേർത്തിട്ടുണ്ട്, combined by noun. പക്ഷെ there also we are using a singular form of the verb. അപ്പൊ അതെന്താണ് അങ്ങനെ വരുന്നതെന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഇവിടെ ഇത് രണ്ടിനെ നമ്മൾ ഒരുമിച്ച് ഒറ്റ ഒരു ഐഡിയ ആണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് മൈ ഫേവറേറ്റ്
ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന പോലെ ഇത് രണ്ടും ഒരേ രീതിയില്ല. ആൻഡ് ഇത് രണ്ടും നമ്മൾ ഒറ്റ ഒരു ഗ്രൂപ്പായിട്ട് ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രെഡും ബട്ടറും സെപ്പറേറ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഫിഷ് ആൻഡ് ചിപ്സ് ഒരുമിച്ച് ചെയ്യുന്നതാണ്. സോ ഇൻ സച്ച് കേസസ് ആൻഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ രണ്ടിനും ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നോട്ട് ദാറ്റ് സെക്ഷൻ രണ്ടും ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ അവിടെ ഈസ് എന്നുള്ള സിംഗുലർ വെർബ് ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കുന്നു. ആൻഡ് ദാറ്റ് ഇസ് ടു ബി നോട്ടഡ് in the section. Now in the fifth section, collective nouns നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ when you are using it as a single unit, we are using singular verb. When you are using as a separate persons individually ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ individual sections ആണ് ഉപയോഗിക്കുന്നത്. Okay, so examples are given over there. The sixth rule, നമ്മൾ again collective noun ഉപയോഗിക്കുന്ന ചില സെക്ഷനിലെ ചിലത് പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ പ്ലൂറൽ ആയിട്ട് മാത്രം ഉപയോഗിക്കുന്ന സെക്ഷൻ ഉണ്ട്. അതിലൊന്നാണ് പോലീസ് എന്ന് പറയുന്നത്. പോലീസ് യൂഷ്വലി is always used collective noun ആണ്. So we use it always as plural form. Okay, the police have arrested 3 suspects. പക്ഷെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും നമ്മൾ സ്പെസിഫൈ ചെയ്യും പോലീസ് മാൻ അല്ലെങ്കിൽ പോലീസ് വുമൺ എന്ന് പറയുമ്പോഴാണ് നമ്മൾ we specify that it is a single person, and then we have used the policeman has arrived എന്ന് പറയും. But usually when you use the police as a collective form, you always use plural verb. Okay. Now there are some other sections where words which we use always as singular. The data and media are always used as plural forms. Again, one more point to be remembered in this section is the number. എന്ന് വരുന്ന സമയത്ത് നമ്മൾ നോക്കിക്കൊള്ളൂ. എക്സാമ്പിൾ നോക്കുക. So the number of soldiers at the border is large. So when we use this section, soldiers എന്നുള്ള സെക്ഷൻ വരുമ്പോൾ നമ്മൾ അവിടെ noun ഉപയോഗിക്കുന്ന plural ആണെങ്കിൽ പോലും when we use the number before the noun, we always use singular verb form, because the number again is taken as a collective unit, single that. So അതുകൊണ്ട് നമ്മൾ അവിടെ we have to use a singular verb over there. So this is all about the first part of the concord, that is subject verb agreement. Now we have to pass on to the second section of the concord, that is noun pronoun agreement. So let's see what are the basic rules regarding that noun pronoun agreement. So you know what is a noun and a pronoun? Noun, a pronoun is something which stands instead of noun. Noun is definitely, you know, the name of a person, thing, etc. So pronoun stands instead of noun. So every pronoun agree with its antecedent. അതായത് മുമ്പ് പോയ പ്രൊനൗണിനെ അഗ്രി ചെയ്യുന്ന, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊനൗൺസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിലെ ഈ പ്രൊനൗണിന്റെ ഈ യൂസേജിൽ നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ട കാര്യം. അപ്രോപ്രിയേറ്റ് പ്രൊനൗൺ ഷുഡ് ബി യൂസ്ഡ് ടു റീപ്ലേസ് നൗൺ. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇറ്റ് ഷുഡ് ഗോ അക്കോർഡിംഗ് ഇറ്റ്സ് ഇൻ ടേംസ് ഓഫ് നമ്പർ, ജെൻഡർ ആൻഡ് പേഴ്സൺ. നമ്പർ നേരത്തെ പറഞ്ഞു സിംഗുലർ പ്ലൂറൽ പോലെ ആയിരിക്കണം. അതുപോലെ ജെൻഡർ masculine or feminine ആയിരിക്കണം. പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടായിരിക്കണം നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള പ്രൊനൗൺ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള. ലുക്ക് അറ്റ് എക്സാമ്പിൾ. റീറ്റ എഡിറ്റഡ് ഹെർ പേപ്പർ because it was faulty. In that given sentence, you can see Rita edited her papers. Noun Rita, it has been and it followed by the pronoun her. So feminine ആയിട്ടുള്ള pronoun നമ്മൾ ഉപയോഗിക്കുന്നു her paper, and it again goes because it was faulty. Paper object ആണ്. ഒബ്ജക്റ്റിനെ വീണ്ടും നമ്മൾ pronoun ആയിട്ട് ഉപയോഗിക്കുന്നു. സോ അതിന്റെ appropriate ആയിട്ടുള്ള ന്യൂട്ടർ ഫോമില് it was faulty എന്ന് നമ്മൾ ഉപയോഗിക്കുന്നു. So look at that sentence. Rita edited her papers. നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെക്ഷൻ ആണ്, ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോ റീറ്റ എന്നുള്ള നൗണിന് നമ്മൾ her എന്നുള്ള pronoun ഉപയോഗിക്കുന്നു. And again, the first sentence in the object section of paper, when we use a pronoun for that, it is used over there. So just you can do it very without any difficulty. If you identify which is the noun and which is the pronoun used over there, the object becomes a second noun over there, and you use appropriate pronoun to that section. Now the confusion comes when there is some indefinite pronouns like everybody.
comes in sentences. Normally കുട്ടികളെ തെറ്റിക്കുന്ന ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ everybody, somebody ഇങ്ങനെയുള്ള indefinite pronouns വരുമ്പോഴാണ് ചെറിയൊരു ഡിഫിക്കൽട്ടി ഉണ്ടാവാറുള്ളത്. സോ അതൊന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം. Look at the example. Everybody has seen in his or her own lunch lately. Apo everybody is a singular indefinite pronoun ana. In such cases you have to use singular pronoun ആണ് ഉപയോഗിക്കുന്നത്. എവറിബഡി അല്ല നമ്മള് മാസ്കുലിനും ഫെമിനും സെപ്പറേറ്റ് ആയിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഹിസ് ഓർ ഹെർ എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. എവറിബഡി ഹാസ് ബീൻ ബ്രിങ്ങിങ് ഇൻ ഹിസ് ഓർ ഹെർ ഓൺ ലഞ്ച് ലേറ്റ്ലി എന്നുള്ളതാണ് ആ രീതിയിൽ. അപ്പൊ നമുക്ക് ഇതിനെ പറ്റി കുറച്ചുകൂടി കൂടുതൽ എക്സാമ്പിൾസ് പിന്നീട് നോക്കാവുന്നതാണ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് some indefinite pronouns are always singular ആയിട്ടുള്ള pronouns ഏതാണെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. Anybody, everybody, anyone, ഇതെല്ലാമാണ് നമ്മുടെ സിംഗുലർ ഫോമിൽ ഉപയോഗിക്കുന്ന പ്രൊനൗൺസ്. എനിബഡി, എവറിബഡി, എനിവൺ, എവ്രിവൺ, എനിത്തിങ്, എവറിത്തിങ്, another, each, either, neither, ഇതെല്ലാം പറഞ്ഞിരിക്കുന്ന എല്ലാ സെക്ഷനും നമ്മൾ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന indefinite pronouns ആണ്. So when we use all these words in the subject part, you have to be careful that you have to use a singular verb after that. Okay. Now let's see, ഇതുപോലെ തന്നെ plural ആയിട്ടുള്ള indefinite pronouns ഉണ്ട്. Both, few, several and many are plural forms. അപ്പൊ ഇത് രണ്ടുമാണ് ചെറിയ കൺഫ്യൂഷൻ എപ്പോഴും ആൻസർ എഴുതുമ്പോൾ ചെയ്യാറുള്ളത്. ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസിൽ സിംഗുലർ ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ എപ്പോഴും പ്ലൂറൽ ആയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ബോത്ത്, ഫ്യൂ, സെവറൽ ആൻഡ് മെനി ആർ ഓൾവേസ് യൂസ്ഡ് ആസ് പ്ലൂറൽ. ആൻഡ് യു ഹാവ് ടു യൂസ് നമ്മുടെ സബ്ജക്ട് വെർബ് വരുമ്പോൾ വെർബ് ഇപ്പുറത്ത് ഉപയോഗിക്കുന്ന എപ്പോഴും പ്ലൂറൽ ഫോം ഓഫ് ദി വെർബ് ആയിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ പ്രൊനൗൺ സെക്ഷനിൽ വളരെ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യേണ്ട സെക്ഷൻസ്. ആൻഡ് അഗൈൻ ദർ ഇസ് എ തേർഡ് കാറ്റഗറി വേർ some pronouns are used both as singular or plural. അപ്പൊ അത് അതിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് some are കൗണ്ടബിൾ ആയിട്ട് വരും, അൺകൗണ്ടബിൾ ആയിട്ട് വരും. അപ്പോ ഇതിനെ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് നമ്മൾ നെമോണിക് ടെക്നിക് ആയിട്ടുള്ള സനം പ്രൊനൗൺസ് എന്ന നമ്മളൊരു ഒന്ന് ഓർത്തെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ്. സനം ഇസ് ആക്ച്വലി നമ്മള് സം, എനി, നൺ, ഓൾ, മോർ ഓർ മോസ്റ്റ്, അതിനെ എല്ലാത്തിന്റെയും നമ്മൾ ഇനീഷ്യൽ ലെറ്റേഴ്സ് ചേർത്ത് വെച്ചിട്ടുള്ള സനം പ്രൊനൗൺസ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഈ സനം പ്രൊനൗൺസ് ഓർക്കേണ്ട കാര്യം ക്യാൻ ബി യൂസ്ഡ് ഐദർ ആസ് പ്ലൂറൽ ഓർ സിംഗുലർ. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ട. there are singular pronouns. The first list, anybody, everybody, ഇതെല്ലാം സിംഗുലർ പ്രൊനൗൺസ് ആണ്. അഗൈൻ സെക്കൻഡ് കാറ്റഗറിയിൽ പ്ലൂറൽ പ്രൊനൗൺസ് മാത്രമായിട്ടുണ്ട് ആൻഡ് സനം പ്രൊനൗൺസ് യൂസ്ഡ് ബോത്ത് ആസ് സിംഗുലർ ആൻഡ് പ്ലൂറൽ. ഓക്കെ, സോ ഇത് എപ്പോഴും ഓർത്തിരിക്കേണ്ട സെക്ഷൻസ് ആണ്. ഇനി ആ സെക്ഷനിൽ തന്നെ നമുക്ക് വരുന്ന വേറെയും കുറച്ച് പ്രൊനൗൺ സെക്ഷൻ ഉണ്ട്. മെനി, a great many, a good many വരുമ്പോ noun is always plural. That is what we have to note in the next section. അപ്പോ plural verb ആണ് ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. Look at the example. A number of soldiers have lost their lives in the border. അപ്പൊ നമ്മള് ഈ സെന്റൻസ് നോക്കുക. നമ്മുടെ സബ്ജക്ട് സോൾജിയേഴ്സ് എന്നുള്ളതാണ്. അതിന് മുമ്പില് ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പർ ഓഫ് എന്ന് കൊടുത്തിരിക്കുന്നു. അവിടെ പ്രൊനൗൺ സെക്ഷൻ ആണ്. വി ഡോണ്ട് നോ ഹു ഓൾ എക്സാക്ട്ലി. കുറച്ച് സോൾജിയേഴ്സിനെ അറിയുള്ളൂ, ആരൊക്കെയാണെന്ന് അറിയില്ല. ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ സെക്ഷൻ ആണ്. അപ്പോ അത് പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കുകയാണ്. നമ്പർ ഓഫ് സോൾജിയേഴ്സ്. സോ ദർ വി ആർ യൂസിങ് അവിടെ വെർബായിട്ട് ഹാവ്, പ്ലൂറൽ ഫോം ആണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. ആൻഡ് അഗൈൻ പ്രോനൗൺ ഉപയോഗിക്കുമ്പോഴും ആ പ്ലൂറൽ പ്രോനൗൺ ആണ് their lives എന്നുള്ളതാണ്. സോ ലുക്ക് അറ്റ് ദാറ്റ് എക്സാമ്പിൾ വൺസ് അഗൈൻ. ഈ സെന്റൻസിൽ നമ്മള് റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ഓഫ് അവിടെ ഇൻഡെഫിനിറ്റ് പ്രൊനൗണിന്റെ സെക്ഷൻ ആണ്. നമ്പർ ഓഫ് സോൾജിയേഴ്സ് നൗൺ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ആൻഡ് സബ്ജക്ട് വെർബില് നമ്മൾ സോൾജിയേഴ്സ് ആൻഡ് ഹാവ്, നമ്പർ ഓഫിന്റെ ഹാവ് ലോസ്റ്റ് ചെയ്തിരിക്കുന്നു. പ്രൊനൗൺ സെക്ഷനിൽ their lives എന്ന് കൊടുത്തിരിക്കുകയാണ്. Okay, so note that pronoun section, many, a great many, a good many. In all these sections, the noun is always plural and it is followed by a plural verb. And you have to use pronouns according to the
പ്ലൂറൽ ഫോമിൽ തന്നെ ഉപയോഗിക്കുക. ഇനി ആഫ്റ്റർ മെനി എ, നമ്മൾ നേരത്തെ മെനി ഗ്രേറ്റ് മെനി എന്ന് പറഞ്ഞെങ്കിൽ മെനി എ എന്നുള്ള യൂസ് പറയുമ്പോൾ നേരെ സിംഗുലർ ഫോമിലേക്കാണ് നമ്മൾ വരുന്നത്. മെനി എ ഈസ് യൂസ്ഡ് ആസ് എ സിംഗിൾ എൻറ്റിറ്റി. മെനി എ പൊളിറ്റീഷ്യൻ ഹാസ് പ്രോമിസ്ഡ് ടു മേക്ക് ചേഞ്ചസ്. Look at that. Many is always comes in the singular form. So we always use a singular verb over there. Many a politician has promised to make changes. So these are the things that we have to note in the section, in the pronoun sections. Now we are going to the yes. Number question paper നമുക്ക് കുറച്ച് നോക്കണ്ടേ? Okay. നമുക്ക് തേർഡ് സെക്ഷൻ verb agreement ആണ്. നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. verb agreementല് it means that നമുക്ക് more than one verb will be given. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് verbs എപ്പോഴും ഒരേ ഫോമില്, അവിടെ ടൈം ചേഞ്ച് ചെയ്യാൻ പാടില്ല. when you are using present tense form, you have to use the present tense in the same sentence. Look at the sentence. During my matches, my dad stands up and waves at me. അപ്പോ അവിടെ ഈ പറഞ്ഞ സെയിം സെന്റൻസില് നമ്മള് പ്രസന്റ് ടെൻസ് ഫോം ആണ് രണ്ടും ഉപയോഗിച്ചിരിക്കുന്നത്. സെക്കൻഡ് സെന്റൻസിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. stood and waved over there. അപ്പൊ അതുകൊണ്ട് തന്നെ വെർബ് ഉപയോഗിക്കുമ്പോൾ വെർബ് അഗ്രിമെന്റിൽ രണ്ട് വെർബ്സ് ഉണ്ടാവുമ്പോൾ നമ്മൾ രണ്ടും സെയിം രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. കാരണം നമ്മൾ ഒരേ സമയം നോക്കുക. what you have to ensure is no time should be the same time. There should not be any time change എന്ന് എൻഷുർ ചെയ്യാനായിട്ട് സെയിം വെർബ് തന്നെ ഉപയോഗിക്കുന്നു. പക്ഷേ ഉറപ്പായിട്ടും നമുക്ക് ചില സമയത്ത് നമ്മൾ രണ്ട് തരത്തിലെ വെർബ് ഫോം ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതായത് നമ്മൾ പാസ്റ്റ് ടെൻസ് ഫോം ഉപയോഗിക്കുന്നുണ്ട്, പാസ്റ്റ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് ഫോം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ടൈം ചേഞ്ച് ആണ് കാണിക്കുന്നത്. Look at the example. My dad reached for the sandwich after he had already eaten a whole pizza എന്ന് പറയുന്നു. അപ്പൊ അവിടെ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു, സെക്കൻഡ് സെക്ഷനിൽ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നു. അപ്പൊ രണ്ട് പ്ലൂറൽ വെർബ് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ ഫസ്റ്റില് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആദ്യം ഉപയോഗിക്കുന്നു, രണ്ടാമത് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നു. ആദ്യം നടന്ന ആക്ടിവിറ്റിയെ കാണിക്കാനായിട്ട് നമ്മൾ രണ്ട് വെർബ് ഉപയോഗിക്കുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നു. Now let's go to the next section. ഫോർത്ത് സെക്ഷനിൽ പോയിന്റ് ഓഫ് ടൈം ആണ് നമ്മൾ പറയുന്നത്. അപ്പോ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ടീച്ചർ നെക്സ്റ്റ് സ്ലൈഡ് ഒന്നിരുന്നേ. ഫോർത്ത് റൂളില് 3.3 കഴിഞ്ഞിട്ട് പ്ലീസ് നോട്ട് ദസ് 3.4 സെക്ഷൻ. നമ്മള് വിഷ് എപ്പോഴും പറയുമ്പോൾ വേർ എന്നാണ് ഉപയോഗിക്കുന്നത്. ഐ വിഷ് ഇറ്റ് വേർ എ സൺഡേ. അതായത് പലപ്പോഴും നമ്മള് ഇവിടെ വിഷ് പറയുമ്പോൾ നമ്മൾ വാസ് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇറ്റ്സ് എൻ ഇമാജിനറി സിറ്റുവേഷൻ ആണ്. നമ്മൾ ഇഫ് കണ്ടീഷണൽ ക്ലോസ് പഠിക്കുമ്പോൾ പർട്ടിക്കുലർ സെക്ഷൻ ആണ്. ഇഫ് ഐ വർ യു ഐ വുഡ് സ്പെൻഡ് മൈ ടൈം ഇൻ ദ ലൈബ്രറി. അപ്പൊ എപ്പോഴും വിഷ് പറയുമ്പോൾ ഒരു ഇമാജിനറി കണ്ടീഷൻ പറയുമ്പോൾ നമ്മൾ വേർ ആണ് ഉപയോഗിക്കുന്നത്. നൗ ദ ഫോർത്ത് സെക്ഷനിലേക്ക് നമ്മൾ വരുവാണ്. പോയിന്റ് ഓഫ് ടൈം. പോയിന്റ് ഓഫ് ടൈം എപ്പോഴും നമ്മൾ ആ ടൈം റെഫറൻസ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട വെർബിനെ ഒന്ന് ജസ്റ്റ് നമുക്ക് എക്സാമ്പിളിലൂടെ ഒന്ന് നോക്കാം. ഹി യൂഷ്വലി വെയേഴ്സ് pants but now he is wearing a dhoti. നമ്മളൊരു ടൈം റെഫറൻസ് പറഞ്ഞിട്ട് നമ്മൾ പറയുമ്പോൾ വെർബ് ഉപയോഗിക്കുന്ന നോക്കുക. യൂഷ്വലി വെയേഴ്സ് പാൻസ് നമ്മൾ റെഗുലർ ഹാബിറ്റ് ആണ് വെയേഴ്സ് പറയുന്നത്. പക്ഷെ നൗ എന്നുള്ള പോയിന്റ് ഓഫ് ടൈം പറയുമ്പോൾ ഈസ് വെയറിംഗ് നമ്മൾ കണ്ടിന്യൂസ് ഫോം ഓഫ് ദ വെർബ് ഉപയോഗിക്കുകയാണ്. നൗ ലുക്ക് അറ്റ് എ സെക്കൻഡ് എക്സാമ്പിൾ. ലുക്ക് ദ സ്നോ ഈസ് ഫോളിങ്. ലുക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ നമുക്ക് ഈ പറഞ്ഞ നമ്മള് പ്രസന്റ് ടെൻസ് ഫോമിലാണ് ഉപയോഗിക്കുന്നത്. സ്നോ ഈസ് ഫോളിങ് നമ്മൾ ING ഫോം കൊടുക്കുന്നു. സോ ആ ഒരു ടൈം റെഫറൻസ് പറയുമ്പോൾ നമ്മൾ വെർബ് ഉപയോഗിക്കുന്ന കണ്ടിന്യൂസ് ഫോമിൽ ഉപയോഗിക്കുന്നത് നോട്ട് ചെയ്യുക. ആൻഡ് അഗൈൻ നമ്മൾ വി വെന്റ് സ്വിമ്മിങ് ഇൻ ദ ലേക്ക് ലാസ്റ്റ് വീക്കെൻഡ് എന്ന് പറയുന്നു. ലാസ്റ്റ് വീക്കെൻഡ് റെഫറൻസ് കാണുമ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കും. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ തിങ്സ് ഇൻ ദ സബ്ജക്ട്. അപ്പൊ ഇതിന്റെ ടെക്നിക്സ്, നമ്മൾ ടിപ്സ് ആൻഡ് ടെക്നിക്സ് എന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു സെക്ഷനിൽ നമ്മൾ കോൺകോർഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന സെന്റൻസിൽ യു ഹാവ് ടു ഡിമാർക്കേറ്റ് ബിറ്റ്വീൻ ദ സബ്ജക്ട് ആൻഡ് ദ വെർബ് പാർട്ട്. ആൻഡ് അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. സെക്കൻഡില്
second step if there is a prepositional phrase in the subject part, you have to put a bracket around it. Prepositional phrase, the subject name, prepositional phrase name, subject correct identify chega, and underline that subject. Then subject is singular ano plural ano ennu nammal krithyamayitte identify chega, and then check the location, rule of proximity, where exactly the subject stands. Adu nokkikonde adanusarittulla nammal verb use cheyuka. Okay, so that should be the things that you have to keep in mind when we use this subject verb agreement. Now let's try work out some questions in this section. Okay, hope you understood. Ningal already familiar aayittulla sections aanu nammal onnu brush up cheyedutha sections aanu. But let's do some exercise in the section. Questions കാണാലോ അല്ലേ? Okay, അപ്പോൾ നമ്മൾ നമുക്ക് ഈ പറഞ്ഞ objective type questions ആണ്, 4 options ആയിട്ട് questions തന്നിരിക്കുകയാണ്. Let's do the first questions. അപ്പോൾ നമ്മൾ options തന്നിട്ടുണ്ട്. നിങ്ങൾ ആൻസേഴ്സ് ഒന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഫോളോ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Let's see. Out of the following options, choose the correct form of the verb that is in agreement with the subject for the given sentence. First question, the doctor and the nurse dash together. Can you സുഹാന ഓപ്ഷൻസ് വരുന്നത് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? കുട്ടികൾ പറയണ ഞാൻ നമ്മൾ പ്രസന്റ് ചെയ്യുന്നോണ്ട് കാണാൻ പറ്റില്ല. മേഴ്സി ടീച്ചർ കാണാം അല്ലേ? ഇല്ലല്ലോ, കാണാൻ പറ്റുന്നില്ലേ? കാണുന്നില്ല. ആൻസേഴ്സ് കുട്ടികൾ പറയുന്നതൊന്ന് വായിച്ചു കൊടുക്കുമോ സുഹാന? പെട്ടെന്ന് ആൻസർ പറയുന്നത് ഡോക്ടർ ആൻഡ് നഴ്സ് വർക്ക് ടുഗെദർ. You got the clue as and. അറിയാം നിങ്ങൾക്ക്? അപ്പൊ വളരെ എളുപ്പമായിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. Two nouns are joined by and, so you have to use a plural form of the verb. So the answer is B പറയുന്നുണ്ട് answer. B is the answer. Yes, correct answer. B correct answer. Okay. Now second question. Everyone in the family dash been questioned about the theft. So look at the subject part. You have got a pronoun over there. Everyone, Anna. We have നമുക്ക് ആൻസേഴ്സ് പറഞ്ഞു പോവാം because time. Okay. So നമ്മൾ singular pronoun ആണ്. So the answer is A ആണ് answer. Correct ആണ്. Has ആണ്. Okay. Now next question. Teacher, അടുത്ത slide ഒന്ന് ഇടാമോ? Okay. Either the tourist or the guide dash the tickets. നമ്മൾ either or വെച്ചിട്ടുള്ള ഇതാണ് either or rule നമ്മൾ പറഞ്ഞു. അതില് സബ്ജക്റ്റിന് വെർബിനോട് അടുത്തിരിക്കുന്ന സബ്ജക്റ്റിന് അനുസരിച്ചിട്ടുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ദ ആൻസർ ഈസ് ഏതാണ് ടീച്ചർ പറയുന്നത്? ദ ആൻസർ ഈസ് സി ആണ് ആൻസർ. ഓക്കെ, സി ആണ് ആൻസർ. കാരണം ഗൈഡ് എന്നുള്ളതാണ് നമ്മുടെ വെർബിനോട് അടുത്ത് നിൽക്കുന്നത്. സോ ഗൈഡ് ഇസ് എ സിംഗുലർ അതാണ്. സോ യു ഹാവ് ടു യൂസ് ഹാസ് ഓവർ ദേർ. നൗ ഫോർത്ത് സെക്ഷൻ, neither you nor I dash to blame. Again, you have to go according to the rule of proximity. So I am to blame. Okay, let's go to the next section. അപ്പൊ ഇത് തന്നെ നമ്മൾ വേറൊരു രീതിയിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. ലുക്ക് അറ്റ് ദാറ്റ് പാറ്റേൺ. നമ്മളൊന്ന് ഫെമിലിയറൈസ് ചെയ്യാണ്. നമ്മൾ ഒരു സെന്റൻസ് തന്നിരിക്കുകയാണ്. ഫൈൻഡ് ഔട്ട് വിച്ച് പാർട്ട് ഓഫ് ദ സെന്റൻസ് ഹാസ് എൻ എറർ. ഒരു സെന്റൻസിന്റെ പല പാർട്ട് സ്ലാഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ ഏത് പാർട്ടിലാണ് എറർ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ദർ ഇസ് നോ മിസ്റ്റേക്ക്, യു ക്യാൻ നോട്ട് ദാറ്റ് ഓൾസോ. സോ മെനി എ ബിൽഡിംഗ് ഇൻ ടു ലൊക്കാലിറ്റീസ് വെർ റേസ്ഡ് ടു ദ ഗ്രൗണ്ട് എന്നുള്ളതാണ് സെന്റൻസിൽ തന്നിരിക്കുന്നത്. മെനി എ ബിൽഡിംഗ് ഫസ്റ്റ് പാർട്ട്, ഇൻ ടു ലൊക്കാലിറ്റീസ് സെക്കൻഡ് പാർട്ട്, അങ്ങനെയുള്ളതാണ്. അപ്പൊ അതില് മെനി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോ മെനി എ ബിൽഡിംഗ് ഇൻ ടു localities
was raised എന്നുള്ളതാണ് correct answer. B ലാണ് mistake ഉള്ളത്. So you have to write B as the answer. Now, the second question in that section, the media are hungry for anything that sells news. The media is always used as plural form. So the sentence is correct. Are the correct form. There is no error over there. Okay. So ഇത്രയും sections ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇനിയും ഒരുപാട് questions ഉണ്ട്. നമ്മൾ അതെല്ലാം തന്നെ നമ്മൾ ഇവിടെ തരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് Thank you, Mercy teacher. Thank you. Okay. Next session, നമ്മുടെ രതി ടീച്ചറിന്റെ idioms and phrases ആണ്. So, രതി ടീച്ചർ. Yes. ടീച്ചർ സ്ക്രീൻ ഷെയർ ചെയ്തോളൂ കേട്ടോ. Okay. Thank you, Mercy teacher. Thank you, Radhika teacher. Hello, everyone. I am Reti S. Nair. I am an English teacher in Government Girls High Secondary School, Pattam, here in Trivandrum. So today, I am very happy to be with you to help you in your CUET English coaching class. So today we are going to deal with a very interesting, very important topic, which I am quite sure that it will enhance your vocabulary too. Okay. അപ്പം നിങ്ങൾ യു ഹാവ് ഗോൺ ത്രൂ ദി കോൺകേർഡ് ദി സബ്ജക്ട് ഒബ്ജക്റ്റ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളായിട്ട് യു ആർ എന്താണ് ഹൈലി പാക്ഡ് ഇൻ യുവർ ബ്രെയിൻ. അപ്പം വിൽ ഗോ ടു എ ലൈറ്റർ സൈഡ് അല്ല എന്നാലും വിൽ മേക്ക് ദിസ് ടോപ്പിക് എ ലിറ്റിൽ ബിറ്റ് ലൈറ്റ്. ഓക്കെ. അപ്പം ദിസ് ഇസ് എൻ്റെ ഒരു ചെറിയൊരു അറ്റംപ്റ്റ് ആണ്. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് വിൽ വർക്ക് ഔട്ട്. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. സോ before going to the topic, let's read a story. So I'll share my screen. Before you read it, just go through the story very well, listen to the story carefully, and you can read the story along with me also. Okay. Hope this is visible. From beginning കൊടുത്തിരേതി slide show. either end. അതെ. I don't know why it's going. എന്ത് പറ്റിയില്ല ടീച്ചർ? അത് സ്റ്റാർട്ട് ഫ്രം ഷോ ആകുന്നില്ല. ഫ്രം ദ അതെന്താ അറിയാവോ? ഒരു സെക്കൻഡ്. അത് റെക്കോർഡ് സ്ലൈഡ് ഷോ കൊടുത്തിരിക്കുന്നു. അതങ്ങ് ക്ലോസ് ചെയ്യോ. റെക്കോർഡ് സ്ലൈഡ് ഷോ എന്നുള്ളത് അത് ക്ലോസ് ചെയ്യും. ക്ലിക്ക് ചെയ്യും. അത് എസ്കേപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ പ്രസന്റ് ചെയ്താൽ മതി. ഫ്രം ദ ബിഗിനിങ് ക്ലിക്ക് ചെയ്തു. ഞാനൊന്നുകൂടി സ്റ്റോപ്പ് ഷെയർ ചെയ്തിട്ട് ലെറ്റ് മീ ട്രൈ. പറയിടിക്കണ്ട ടീച്ചർ, ഒന്നും കൂടി കൊടുത്താൽ മതി. സ്റ്റോപ്പ് ചെയ്തിട്ട് എസ്കേപ്പ്. Okay, so quickly we'll go through the story. Okay, read the story. You can read the story along with me. അപ്പോൾ എന്തായാലും ഞാൻ വെറുതെ ഒരു സ്റ്റോറി തരൂല എന്നറിയാം. So a question is awaiting you all. So read the story carefully. Okay. Yes, once upon a time there was a wonderful class of very hardworking and well-educated boys and girls in an amazing school in a far, far, far away fairy tale land. Definitely not couch potatoes. These boys and girls were in fact full of beans. Their teacher, Mr. Smith, admired them, however, for their hard work and often called them his eager beavers.
The eager beavers loved to learn. They spelled, they read, and they wrote. They added, they subtracted, and they multiplied. When Mr. Smith told them about a new and fascinating subject like the apple snail, they were all ears. When she gave them assignments to do, they took them home eagerly and were as busy as bees. One day, Mr. Smith surprised the eager beavers with a math test. It was 10 pages long and had the most difficult questions on it that you could imagine. He handed out the test papers and told the boys and girls to put their thinking caps on. Break the leg, he said to the students, and he walked back to his desk and started working on another lesson. Looking at the math test, the children's faces surprisingly did not look troubled. Remaining cool as a cucumber, they picked up their pens and went to work. It turned out that all the eager beavers passed the test, and for some time it was even a piece of cake. So this is a story. This is the first slide of the story. So what you have to do is quickly please list out the different, some peculiar group of words or expressions or phrases. Some group of words or expressions which you can find out from the story. Some peculiar words, group of words or expressions. I'll give you, I'll count up to 10. Okay. I hope that much time is enough because we are also running short of time. Let me count 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Hope it's enough for you. Have you all written it down? Anything in the chat box, teacher? Anybody who has written the answers in the chat box? Okay, so these are the words or expressions from the story. 1, couch potatoes. 2, full of beans. 3, eager beavers. Busy as a bee. Thinking caps on. A piece of cake. Break the leg. Cool as a cucumber. All ears. Altogether 9. Anybody who has got all the 9 answers right, you can write your name in the chat box. No cheating. ടീച്ചർ ആരെങ്കിലും പേര് വന്നിട്ടുണ്ടോ? കുട്ടികൾ ചാറ്റ് ചെയ്യുന്നില്ല. ടീച്ചർ കണ്ടിന്യൂ ചെയ്തോളൂ. Okay, fine. So these are the different expressions or words. Okay, so what do you call such? നീരജ് എന്ന് പറഞ്ഞിട്ടൊരു മോൻ പറയുന്നുണ്ട്. എന്താണ് നീരജ്? ചാറ്റ് വിൻഡോയിൽ ഇടൂ. റേസ് ചെയ്തു ഹാൻഡ്. Okay, so Neeraj, I think he has got all the 9 correct. Maybe അതായിരിക്കും. Okay, congrats Neeraj. Gatha, she also raised her hand. Okay, Gatha. Okay, fine. Congrats. Okay, ഇനിയും കുറേ പേര് ഉണ്ടാവും റൈറ്റ് ആൻസേഴ്സ് കിട്ടിയത്. So all those who have got all the 9 right or all the 8 fine. Okay, so let's go to our topic. So what are these words or expressions known as? There's a particular word for this. So you call it as an idiom.
Okay, so our topic of today is idiom. Idiom is an expression that cannot be understood from the meaning of its separate words, but must be learned as whole expression. Idioms are figurative language, which means words cannot be taken literally or exactly. അപ്പം idioms എന്ന് പറയുമ്പോൾ എന്താണ്, they cannot be understood from the individual words ൽ നിന്നും you cannot get the meaning of an idiom. അതിന്റെ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് കമ്പൈൻഡ് ഫോമിൽ ഇരിക്കുമ്പോഴാണ് യു വിൽ ഗെറ്റ് ദ എക്സാക്ട് മീനിങ്. അത് മാത്രമല്ല, അത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ലിറ്ററൽ മീനിങ് ഉണ്ടല്ലോ, അതല്ല അതിന്റെ എക്സാക്ട് മീനിങ്. ദർ ഇസ് എൻ ഇൻഡിക്കേറ്റീവ് മീനിങ് ഫോർ ദി idiom. That particular expression or the group of words, it actually indicates some other meaning. Okay, അങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഓർ എക്സ്പ്രഷൻസിനെയാണ് യു കോൾ ഇറ്റ് ആസ് ആൻ idiom. Okay, so here നമ്മൾ നേരത്തെ കണ്ട വേർഡ്സ് ആണ്. അതിനകത്ത് കൗച്ച് പൊട്ടാറ്റോ, you can see the picture over here, couch potato. അപ്പോൾ ഇവിടെ നോക്കൂ, if you take the words in an individual way, couch and potato, അപ്പോൾ നമുക്ക് ഒരു എക്സാക്ട് അതിൻ്റെ ഒരു കൗച്ച് പൊട്ടാറ്റോയുടെ മീനിങ് നമുക്ക് അങ്ങനെ കിട്ടില്ല. കൗച്ച് എന്ന് പറയുമ്പം സോഫ അല്ലേ, പൊട്ടാറ്റോ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് വെജിറ്റബിൾ. അതിന് രണ്ടിനും ഇൻഡിവിജ്വലി ഇറ്റ് ഹാസ് ഗോട്ട് ഡിഫറെൻറ്റ് മീനിങ്സ്. ബട്ട് ഇഫ് യു ടേക്ക് ഇറ്റ് ആസ് എ ഹോൾ, കൗച്ച് പൊട്ടാറ്റോ എന്ന് എടുക്കുമ്പോൾ അതിനൊരു ഇൻഡിക്കേറ്റീവ് ആയിട്ടുള്ളൊരു മീനിങ് ഉണ്ട്. കൗച്ച് പൊട്ടാറ്റോ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഇമേജിൽ നിന്ന് തന്നെ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ്സ് എ വെരി 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 ലേസി കൈൻഡ് ഓഫ് എ പേഴ്സൺ. നമ്മൾ കൗച്ചിൽ one who eats, one who watches TV and eats junk food, അതിനെയാണ് യു കോൾ ഇറ്റ് ആസ് എ കൗച്ച് പൊട്ടാറ്റോ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്കിത് കുറേ ജങ്ക് ഫുഡും ടെലിവിഷനും കിട്ടിക്കഴിഞ്ഞാൽ യു വിൽ ബി വെരി മച്ച് ഈസി. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ ആ കൗച്ചിൽ എങ്ങനെ ഇരിക്കും അല്ലേ, സോഫയിലോ അല്ലെങ്കിൽ ചെയറിലോ അങ്ങനെ വളരെ ഈസി ആയിട്ട് ഇരിക്കും. അതിന് അങ്ങനെ ഒരു ലേസി ആയിട്ട് ഇരിക്കും. അപ്പം അതാണ് അതിൻ്റെ ഒരു ഇൻഡിക്കേറ്റീവ് മീനിങ് എന്ന് പറയുന്നത്. ലുക്ക് അറ്റ് ദി നെക്സ്റ്റ് ഇഡിയം, ഫുൾ ഓഫ് ബീൻസ്. ഫുൾ ഓഫ് ബീൻസ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇമേജ് നോക്കുമ്പോൾ നോക്കൂ, എ മാൻ, അയാളുടെ സ്റ്റൊമക്കിൽ ഫുൾ ഓഫ് ബീൻസ്. അതാണോ അതിൻ്റെ ഒരു ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്? ഫുൾ ഓഫ് ബീൻസ്. ഇപ്പം നമ്മളെ ഇഫ് യു ആർ ആസ്ക്ഡ് ടു നിങ്ങളെക്കുറിച്ച് നിങ്ങളെ ഒന്ന് പറയാൻ പറഞ്ഞാൽ, ഇലാബറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ, ഹൗ വിൽ യു സേ ദാറ്റ് ഐ എം എ പേഴ്സൺ ഫുൾ ഓഫ് ബീൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ വയറിൽ നിറയെ ബീൻസ് ഉണ്ടെന്നാണോ അതിൻ്റെ മീനിങ്? അല്ല, അത് ലിറ്ററൽ മീനിങ് ആണ്. ഐ എം എ പേഴ്സൺ ഫുൾ ഓഫ് ബീൻസ് എന്ന് പറയുമ്പോൾ ഒരു ലിറ്ററലി നമുക്ക് വേണമെങ്കിൽ ഫുൾ ഓഫ് ബീൻസ് എന്ന് എടുക്കുമ്പോൾ ആ ഒരു കിട്ടുന്നൊരു വേർഡ് അല്ല. ഇറ്റ് ജസ്റ്റ് ഇൻഡിക്കേറ്റ്സ് എ പേഴ്സൺ വിത്ത് എ ലോട്ട് ഓഫ് എനർജി അല്ലേ. അപ്പം ഇപ്പോഴത്തെ ഒരു പിക്ചർ നോക്കിക്കേ, ദേ ആർ വെരി മച്ച് വളരെ എനർജൈസ്ഡ് ആയിട്ട് വളരെ റിഫ്രഷ്ഡ് ആയിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരെയാണ് നമുക്കിവിടെ ഇപ്പം ബീൻസിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ വീടുകളിലെല്ലാം യു ഹാവ് ഗോട്ട് ബീൻസ് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ യു ഈറ്റ് ബീൻസ് ഇടയ്ക്കെങ്കിലും ഒക്കെ കഴിക്കാറുണ്ട്, ഒക്കേഷണലി ഓർ ഡെയിലി കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ആ ബീൻസ് കഴിക്കുമ്പോൾ ഓർക്കുക, ബീൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് റെപ്രസെൻറ്റ്സ് ലോട്ട് ഓഫ് എനർജി. അപ്പോൾ ഫുൾ ഓഫ് ബീൻസ് എന്നുള്ളൊരു ഇഡിയം കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓർക്കണം, യു ഹാവ് ടു കണക്ട് ഇറ്റ് വിത്ത് ലോട്ട് ഓഫ് എനർജി. അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഈഗർ ബീവർ, ദാറ്റ്സ് എ തേർഡ് വേർഡ്. നമുക്ക് സ്റ്റോറിയിൽ നിന്ന് കിട്ടിയ അടുത്ത ഇഡിയം അതാണ് ഈഗർ ബീവർ. ഈഗർ ബീവർ മീൻസ് എൻ എൻതൂസിയാസ്റ്റിക് ഹാർഡ് വർക്കർ. ബീവർ ഒരു കണ്ടോ, ഭയങ്കര ഹാർഡ് വർക്കേഴ്സ് ആണ് അവർ. ഓക്കെ, വെരി എൻതൂസിയാസ്റ്റിക് ഹാർഡ് വർക്കേഴ്സ്, അതിനെയാണ് ഈഗർ ബീവർ എന്ന് പറയുന്നത്. ഓക്കെ, ഈഗർ എന്ന് പറയുമ്പം അതിന് സെപ്പറേറ്റ് വേറൊരു മീനിങ് ആണുള്ളത്. ബീവർ എന്ന് പറയുമ്പോഴും വേറൊരു മീനിങ് ആണ്, ആനിമൽ ആണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പം യു വിൽ ഗെറ്റ് എ ഡിഫറെൻറ്റ് മീനിങ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഹാർഡ് വർക്കേഴ്സ് ആണ്. അപ്പോൾ ബീവർ എന്ന് പറയുമ്പോൾ ഓർത്തോണം ഹാർഡ് വർക്കിംഗ് അല്ലെങ്കിൽ ഹാർഡ് വർക്കേഴ്സ്, ആദ്യമായിട്ടാണ് അതിന് ഒരു മീനിങ് വരുന്നത്. Now, fourth one, that is busy as a bee, means very very busy. ആ രണ്ട് പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും, ഭയങ്കര ബിസി ആയിട്ടുള്ള രണ്ട് ആൾക്കാരെയാണ് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് പിക്ചറിൽ യു ക്യാൻ സീ എത്ര കൈകളുണ്ട്, ആ ഓരോ കൈകളും വെച്ച് എന്തെല്ലാം വർക്ക് ചെയ്യുന്നു നോക്കൂ. അപ്പം ഭയങ്കര ബിസിയുമാണ് ആള് അല്ലേ. ഇപ്പറ ബി നോക്കൂ, അതിനും എത്ര കൈകളുണ്ടെന്ന് നോക്കുക. ആൻഡ് ഹൗ മെനി works that the bee is doing also. Okay, അപ്പം as busy as a bee എന്ന് പറയുമ്പോൾ എന്താണ്, very very busy. Okay, my English teacher is as busy as a bee. All the English teachers are like that. They are very busy in the school. They do a lot of jobs in the school. അപ്പം so busy as a bee. Bee എന്ന് പറയുന്നത് നമുക്കറിയാം, bees എന്ന് പറയുന്നത് ഭയങ്കര ഇൻഡസ്ട്രിയസ് ആയിട്ടുള്ള പിന്നെ എന്താണ് കാറ്റഗറി ഓഫ് വേർഡ്സ് ആണ് അല്ലേ. അപ്പം ഇൻസെക്ട്സ് ആണ്. അപ്പം ബി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഓർക്കേണ്ടത് എന്താണ്, ബിസി എന്നുള്ള വേർഡുമായിട്ട് കണക്ട് ചെയ്യണം ബീനെ. അങ്ങനെ വേണം ഓർത്തിരിക്കാൻ. ഓക്കെ, ദീസ് വിഷ്വൽസ് വിൽ ഹെൽപ്പ് യു അ ലോട്ട്.
Now put your thinking cap on. ആ സ്റ്റോറിയിൽ തന്നെയുണ്ട് ദ തിങ്കിങ് ക്യാപ്പ് ഓൺ എന്നുള്ളത്. അപ്പൊ ഇവിടെ നോക്കൂ, ആ മനുഷ്യന്റെ ലുക്ക് അറ്റ് ദ മാൻ, വാട്ട് ഈസ് ഹി വെയറിംഗ് ഇൻ ഹിസ് ഹെഡ്, എ ക്യാപ്പ്, ആൻഡ് ദാറ്റ് ഈസ് റിട്ടൺ ഓവർ ദെയർ തിങ്ക്. കുറെ ബൾബ് ഐഡിയ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ടു തിങ്ക് സീരിയസ്ലി സംതിങ്. ഓക്കെ, അപ്പോൾ പുതിയ തിങ്കിങ് ക്യാപ്പ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു തിങ്ക് തിങ്ക് സംതിങ് വെരി സീരിയസ്ലി എന്നുള്ളതാണ്. സോ ഐ ഡോണ്ട് നോ വാട്ട് ടു റൈറ്റ് ഫോർ മൈ എസ്സേ. I put on my thinking cap on. അപ്പം ഇത് എപ്പോഴും ഓർത്തോണം. തിങ്കിങ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ പുതിയ തിങ്കിങ് ക്യാപ്പ് ഓൺ എന്ന് പറഞ്ഞാൽ to think something seriously. Now a piece of cake. കേക്ക് നമുക്കറിയാം വെരി എന്താണ്, കാണുമ്പോൾ തന്നെ ഇറ്റ്സ് വെരി യമ്മി അല്ലേ? മേ ബി ദിസ് ഇസ് എ റെഡ് വെൽവെറ്റ് കേക്ക്. അപ്പം ഇറ്റ്സ് വെരി ഈസി ആയിട്ടുള്ള ഒരു കാര്യത്തിനാണ് യു കോൾ ഇറ്റ് ആസ് എ പീസ് ഓഫ് കേക്ക്, സംതിങ് ദാറ്റ് ഈസ് ഈസി ടു ഡു. ഓക്കെ, അപ്പോൾ കേക്ക് കാണുമ്പോൾ വെൻ യു ഗോ ടു എ കേക്ക് ഷോപ്പ്, അവിടെ കേക്ക്സ് ഒക്കെ കാണുമ്പോൾ ഈ ഇഡിയമായിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യണം. യെസ്, ഐ ഹാവ് ലേൺഡ് സച്ച് ആൻ ഇഡിയം എന്ന് ഓർക്കുക. അപ്പം കേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസി. കേക്ക് ഇസ് ഈക്വൽ ടു ഈസി, സംതിങ് ദാറ്റ് ഇസ് ഈസി ടു ഡു. വാവ്, ദാറ്റ് എക്സാം വാസ് എ പീസ് ഓഫ് കേക്ക് എന്ന് നമ്മൾ പറയാം. ഐ എം ഷുവർ ഐ ഗെറ്റ് എ ഗുഡ് ഗ്രേഡ്. ഇപ്പം വാവ് ദാറ്റ് എക്സാം വാസ് ഈസി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ വേറൊരാൾ പറയാണ് വാവ് ദാറ്റ് എക്സാം വാസ് എ പീസ് ഓഫ് കേക്ക് എന്ന് പറയുമ്പോൾ തന്നെ ആ നമ്മൾ പറഞ്ഞ സെന്റൻസിൽ ഉണ്ടായ ഒരു ഡിഫറൻസ് നോക്കണം. അപ്പോൾ ദാറ്റ് ഇസ് ദ ഒരു ഇമ്പാക്ട് ഓഫ് ഇഡിയംസ് ഇൻ യുവർ ലാംഗ്വേജ് ഓർ ഇൻ യുവർ വൊക്കാബുലറി. ഇഡിയംസ് ആക്ച്വലി ഡെക്കറേറ്റ് യുവർ സ്പീച്ച് അല്ലേ? നമ്മുടെ റൈറ്റിംഗ് ആണെങ്കിൽ അത് ഭയങ്കര ഒരു ഐ കാച്ചിങ് ആയിട്ട് മാറ്റുന്നു. അപ്പം ദിസ് വിൽ ഡെഫിനറ്റ്ലി ഇത് നമുക്ക് നമ്മുടെ റൈറ്റിംഗ്സിലും നമ്മുടെ സ്പീച്ചിലും എല്ലാം നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ഇത് തന്നെയാണ്, എക്സ്പ്രഷൻ തന്നെയാണ് ഇഡിയംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ a piece of cake, that is the meaning. Now break a leg. അതിനകത്ത് മിസ്റ്റർ സ്മിത്ത് പറയുന്നുണ്ട്, മാത്ത് ടെസ്റ്റ് കൊടുത്തതിന് ശേഷം ബ്രേക്ക് എ ലെഗ് എന്ന് പറയുന്നത്. പോയി കാല് ഒടിച്ചിട്ട് വാ മക്കളെ എന്നല്ല. അതിന്റെ ലിറ്ററൽ മീനിങ് എടുത്താൽ അങ്ങനെയാണ് മീനിങ് അല്ലേ? അപ്പൊ പക്ഷെ അതല്ല. അപ്പൊ അവിടെയാണ് ലിറ്ററൽ മീനിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് തെറ്റാകും, നമ്മുടെ ആൻസർ വിൽ ഗോ റോങ്. സോ ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞാൽ കാലൊടിച്ചിട്ട് വരിക എന്നുള്ളതല്ല ആ പിക്ചറിൽ കാണുന്നത് പോലെ. ബട്ട് വിഷിംഗ് സമ്മൺ ഗുഡ് ലക്ക്, കുഡോസ് അല്ലെങ്കിൽ ബെസ്റ്റ് വിഷസ് എന്നൊക്കെ പറയുന്നത് പോലെ break a leg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ wish someone good luck. So you have an exam tomorrow, so somebody is telling you break a leg. Now cool as a cucumber. പിക്ചറിൽ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം എന്താണ് അതിന്റെ മീനിങ് എന്നുള്ളത്. കൂൾ ആസ് എ ക്യൂക്കമ്പർ. ക്യൂക്കമ്പർ വി നോ, നമുക്ക് വീട്ടിൽ പിന്നെ സാലഡ് ക്യൂക്കമ്പേഴ്സ് ഒക്കെ ഉള്ളതാണ്. നമ്മൾ എന്തിനാണ് അത് ഉപയോഗിക്കുന്നതെന്ന് അറിയാം. കണ്ണിന് ചുറ്റും we'll slice it and we'll put this cucumber around our eyes and all. എന്തിനു വേണ്ടിയിട്ടാണ്? ഭയങ്കര ഇപ്പം നമുക്കറിയാം ഇറ്റ്സ് എ വെരി ഹോട്ട് സീസൺ. അപ്പോൾ ഈ ക്യൂക്കമ്പർ നമ്മൾ കഴിക്കുകയും ചെയ്യും, നമ്മൾ ഈ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യും. ഫോർ വാട്ട്? ടു ഗെറ്റ് റിലാക്സ്ഡ്, ടു ഗെറ്റ് ആ ഒരു കൂൾ ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ഫോർ അവർ ഐസ് ആൻഡ് ഓൾ അല്ലേ? അപ്പോൾ ക്യൂക്കമ്പർ ഈസ് ഓൾവേസ് കണക്റ്റഡ് ടു കൂൾ അല്ലെങ്കിൽ റിലാക്സ്, റിഫ്രഷ്, ഇങ്ങനെയൊക്കെ ഉള്ള മീനിങ് ആണ് ക്യൂക്കമ്പർ ആയിട്ട് റിലേറ്റ് ചെയ്തത്. അപ്പോൾ ക്യൂക്കമ്പർ കാണുമ്പോൾ ഈ ഇഡിയം പറയണം, ക്യൂക്കമ്പർ എടുത്ത് വെച്ചിട്ട് പറയണം ആസ് കൂൾ ആസ് എ cucumber means very calm and relaxed. I expected him to be all nervous before his interview, but he was as cool as a cucumber. Now all ears. Look at that picture. That picture tells you everything. I'm all ears means listening very attentively. ആരെങ്കിലും രണ്ടുപേരും അപ്പുറത്ത് മാറി നിന്ന് നോണ പറയുമ്പോൾ ഇപ്പുറത്തെ ഒരാൾ നിന്ന് വളരെ അറ്റൻറ്റീവായിട്ട് ലിസൺ ചെയ്യുന്നത്. അതൊരു നെഗറ്റീവ് കണക്റ്റേഷൻ. And the positive way, kids in my class were all ears when I was telling them a story. ഓക്കെ, അപ്പോൾ തൊട്ട് മുമ്പ് ഞാൻ ആ സ്റ്റോറി വായിച്ചപ്പം ഐ സപ്പോസ് യു വെയർ ഓൾ ഹിയേഴ്സ്, യു വെയർ ഓൾ ലിസ്ണിംഗ് വെരി അറ്റൻറ്റീവ്ലി ടു ആൻസർ ദ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പം ദാറ്റ് ഇസ് ഓൾ ഹിയേഴ്സ്. ഓക്കെ, വെരി അറ്റൻറ്റീവ് ആയിട്ട് ലിസൺ ചെയ്യുന്നതാണ് യു കോൾ ഇറ്റ് ആസ് ഓൾ ഹിയേഴ്സ്. നൗ ലെറ്റ്സ് ഗോ. അപ്പം നമുക്ക് ഓൾമോസ്റ്റ് 25,000ഓളം ഇഡിയംസ് ഉണ്ട് ഇംഗ്ലീഷിൽ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ബൈ ഹാർട്ട് ചെയ്യാന്നുള്ളത് ഹ്യൂമൻ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഓക്കെ, അപ്പം കുറച്ച് ടിപ്സ് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ലൈക്ക് നമ്മളൊരു ഇഡിയം കണ്ടു കഴിഞ്ഞാൽ, ലൈക്ക് ഇപ്പം ഓൾ ഇയേഴ്സ് എന്നുള്ളൊരു ഇഡിയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇഡിയം വെൻ യു കൺഫ്രണ്ട്, അപ്പം നമുക്ക് അതിനെ ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യാം. അതിന്റെ മീനിങ് നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ കുറേ പിക്ചേഴ്സ് കണ്ടു. അപ്പോൾ ഈ ഇഡിയംസിനെല്ലാം നിങ്ങൾക്ക് ഈ വിഷ്വൽസുമായിട്ട് യു ക്യാൻ റിലേറ്റ്. ഓക്കെ, ഓൾ ഇയേഴ്സ് എന്ന് പറയുമ്പം, ആസ് കൂൾ ആസ് എ ക്യൂക്കമ്പർ എന്ന് പറയുമ്പം, ബ്രേക്ക് എ ലെഗ് എന്ന് പറയുമ്പോൾ കാലടി നിൽക്കുന്ന മനുഷ്യൻ. അപ്പം ഇങ്ങനെ നമുക്ക് അതിന്റെ മീനിങ്ങിനെ വിഷ്വൽസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. സോ ദാറ്റ് യു ക്യാൻ ഇറ്റ് ഈസ് ഈസി ഫോർ യു ടു റിമെമ്പർ ദ മീനിങ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഇഡിയം. അതിന് അങ്ങനെ പഠിക്കുക. ഓക്കെ, അപ്പം റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുമ്പം ദാറ്റ്സ് എ വെരി കോമൺ ഇഡിയം ദാറ്റ് വി യൂസ്
Now, for cats and dogs, you have pets at your home. Cats and dogs in you can call raining cats and dogs. Means, and the meaning in that raining heavily. Raining cats and dogs. ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് കാണുമ്പോൾ ആ മീനിങ് വെച്ച് റിലേറ്റ് ചെയ്തതിനെ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഒരു ടിപ്പ് പറയുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ റീഡ് ദ ഇഡിയം അഗെയിൻ ആൻഡ് അഗെയിൻ. ഓക്കെ, റീഡ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. അതിൽ നിന്നും ഒരു മീനിങ് നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ലൈക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ബാർക്കിംഗ് അറ്റ് ദ റോങ് ട്രീ എന്നുള്ളൊരു ഇഡിയമാണെന്ന് വിചാരിക്കുക. ബാർക്കിംഗ് അറ്റ് ദ റോങ് ട്രീ. അപ്പം അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിലൊരു നെഗറ്റീവ് മീനിങ് ആണുള്ളത്. ബാർക്കിംഗ് അറ്റ് ദ റോങ് ട്രീ, തെറ്റായ മരത്തിനെ നോക്കി ബാർക്ക് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു ലിറ്ററൽ മീനിങ് ആണ്. പക്ഷെ അതിനകത്തുനിന്ന് നമുക്കൊരു നെഗറ്റീവ് മീനിങ് ആണ് അതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പം നമ്മുടെ ഓപ്ഷൻസിലേക്ക് ചെക്ക് ചെയ്യുക, അതിനകത്തൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു മീനിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അത് വരുന്നതിന് നമുക്ക് ബാക്കി എല്ലാത്തിനെയും റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ മാത്രം നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വാട്ട് ഈസ് ബാർക്കിംഗ് അറ്റ് ദ റോങ് ട്രീ? ശരിക്കും ഈ ഡോഗ്സ് ഒക്കെ എന്താണ് ഒരു തെറ്റായ ഒരു മരത്തിനെ നോക്കി ഇങ്ങനെ ബാർക്ക് ചെയ്യും. ഡോഗ്സ് വിചാരിക്കുന്നത് ആ മരത്തിന്റെ മേലേക്ക് അതിന്റെ പ്രേ കയറി പോയി എന്നാണ്. ഓക്കെ, ദ പ്രേ ഹാസ് ക്ലൈംഡ് അപ്പ് ദാറ്റ് ട്രീ. അപ്പൊ അവിടെ ഉണ്ടെന്നുള്ള വിചാരിച്ചിട്ട് ദ ഡോഗ് ഈസ് ബാർക്കിംഗ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ട്രീ. പക്ഷെ ശരിക്കും ഈ പ്രേ എന്ത് ചെയ്ത് കാണും, അവിടെ നിന്നൊക്കെ ക്ലൈംബ് ചെയ്ത് ഇറ്റ് ഹാസ് ലീവ്ഡ് ആൻഡ് വെൻ ടു സം അതർ. പക്ഷെ ഇവന്റെ വിചാരം ഇത് ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നതാണ്. അപ്പം ടു മേക്ക് എ റോങ് ചോയ്സ് എന്നുള്ളതാണ് ബാർക്കിംഗ് അറ്റ് ദ റോങ് ട്രീയുടെ മീനിങ്. അപ്പൊ അവിടെ നിന്ന് തന്നെ കണ്ടില്ലേ, മീനിങ്ങിൽ തന്നെ ഉണ്ട് ഒരു നെഗറ്റീവ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇൻഫർ ചെയ്തെടുക്കാൻ പറ്റും. റീഡ് ദ ഇഡിയം അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് ഇൻഫർ ദ മീനിങ്. ഓരോ വേർഡും വായിച്ചിട്ട് അതൊന്ന് ഇൻഫർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ ഓർത്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഓൾ ദ ലാംഗ്വേജ് ഹാസ് ഗോട്ട് ഇഡിയംസ് ഓഫ് ദെയർ. നമുക്ക് മലയാളത്തിൽ ഇഷ്ടം പോലെ ഇഡിയംസ് ഉണ്ട്. എരുതിയിൽ എണ്ണ ഒഴിക്കുക, ആഡ് ഫ്യൂൽ ടു, അല്ലേ, ടു ഫ്യൂൽ ടു ഫയർ എന്ന് നമ്മൾ പറയുന്നത് ഇംഗ്ലീഷിൽ. എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്താണ്, ഒരു സിറ്റുവേഷൻ വേർഡ്സ് ആക്കുന്നതിനെയാണ് അല്ലേ. ആള് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ പിന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതിന് എന്താ പറയുക, എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല എൻ്റെ ലിറ്ററൽ മീനിങ്. പക്ഷെ ആ സിറ്റുവേഷൻ എങ്ങനെയൊക്കെ വേർഡ്സ് ആക്കാൻ പറ്റും അങ്ങനെ വേർഡ്സ് ആക്കുമ്പോഴാണ് യു സേ ദാറ്റ് ആഡ് ഫ്യൂൽ ടു ഫയർ. അപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ ഇഡിയംസ് മലയാളത്തിലും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള നമുക്കിതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷിനെ മലയാളം കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നതിന് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. സോ ദീസ് ആർ ദ ടിപ്സ് വിച്ച് ഐ ക്യാൻ ഗിവ് യു ടു മെമ്മറൈസ് ദീസ് ഇഡിയംസ്. ഓക്കെ, കാരണം ഒത്തിരി നമ്പർ ഓഫ് ഇഡിയംസ് ആർ ദെയർ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഓർത്തിരിക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ട്രിക്സ് പ്രയോഗിച്ചേ പറ്റൂ. ഓക്കെ, നൗ ലെറ്റ്സ് പ്രാക്ടീസ്, ലെറ്റ്സ് ഡു സം പ്രാക്ടീസ്. അപ്പം നേരത്തെ തന്നെ വി ഹാവ് ഗിവൺ യു ദ ഇൻസ്ട്രക്ഷൻ ടു ഗോ ത്രൂ ദ ഇഡിയംസ് എന്നിട്ട് വരണമെന്ന്, സോ ദാറ്റ് യു ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻസ് വെരി ഈസിലി. അപ്പം ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് കാണിക്കാം. ക്വിക്ലി യു ക്യാൻ ചാറ്റ് ബോക്സിനകത്ത് യു ക്യാൻ comment your answer also. Okay, so this is the first question. The news of the president's death spread like wildfire. The news of the president's death spread like wildfire. Spread like wildfire ആണ് അതിലെ idiom എന്ന് പറയുന്നത്. Spread like wildfire. So these are the options. Spread rapidly, caused a major confusion, was a wild rumor, set the nation on fire. You can start answering now. Come on. Gatha raised her hand. Gatha raise ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി വിച്ച് ഓപ്ഷൻ എന്ന് പെട്ടെന്ന് ഇട്ടോളൂ എല്ലാവരും. A, B, C, D, which one you think it is a correct word? Spread like wildfire. മക്കളെ ഹാൻഡ് റൈസ് ചെയ്യാതെ, ഹാൻഡ് റൈസ് ചെയ്യാനല്ല, ആ ചാറ്റ് ബോക്സിൽ ആൻസർ ടൈപ്പ് ചെയ്തു. Just write the answer. ഓപ്ഷൻ നമ്പർ ഇട്ടാ മതി, ആൽഫബറ്റ്. A ആണോ, B ആണോ, C ആണോ, D ആണോ? Agrima and Niranjana, please write the option in the chat box. Gada, please write the answer. Okay, spread like wildfire. എന്താണ് അതിനകത്തുനിന്ന് തന്നെ എൻ്റെ മീനിങ് നമുക്ക് കിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഇഡിയം അഗെയിൻ ആൻഡ് അഗെയിൻ വായിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ മീനിങ്.
spread, padariga, like wildfire. Wildfire, what is wildfire? Kaatthi, alle? A kaatthi pore padariga. Adinagathu thanne ende meaning undu. Spread like anything, okay? Le, angane. How does the wildfire spread actually? Melle melle aano? Is it gradually? No, very fast, alle? So these are the options for you. Spread rapidly. Caused a major confusion. Varuvo? Illa, varula. അത് റൂൾ ഔട്ട് ചെയ്യാം. വാസ് എ വൈൽഡ് റൂമർ, അത് വേണമെങ്കിൽ വരാം, പക്ഷെ അത് സ്പ്രെഡ് ചെയ്യാന്നുള്ളൊരു മീനിങ് അവിടെ വരുന്നില്ല. ഓക്കെ, സോ അത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. സെറ്റ് ദ നേഷൻ ഓൺ ഫയർ, അത് വളരെ പക്ക ഒരു ലിറ്ററൽ മീനിങ് ആണ്. സെറ്റ് ദ ന്യൂസ് ഓഫ് ദ പ്രസിഡന്റ്സ് ഡെത്ത് സെറ്റ് ദ നേഷൻ ഓൺ ഫയർ എന്നുള്ളതല്ല, ബട്ട് ഇറ്റ് ഈസ് സ്പ്രെഡ് റാപ്പിഡ്ലി എന്നുള്ളതാണ്. സോ ദാറ്റ് ഇസ് ദി ആൻസർ, സ്പ്രെഡ് റാപ്പിഡ്ലി. സോ ഓപ്ഷൻ നമ്പർ എ അതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന്റെ ഈ ഇഡിയംസിന്റെ മീനിങ് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്ത് വേറൊരു ഇഡിയം പറയാണ്. ആഡ് ഫ്യൂവൽ ടു ഫയർ. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. ആഡ് ഫ്യൂവൽ ടു ഫയർ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ആഡ് ഫ്യൂവൽ ടു ഫയർ? ഇപ്പൊ നമ്മൾ പറഞ്ഞു എരുതിയിൽ എണ്ണ ഒഴിക്കുക, അല്ലെ? ടു മേക്ക് സിറ്റുവേഷൻ വേഴ്സ്, ദാറ്റ് ഇസ് ദ മീനിങ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഓരോ ഇഡിയമിനും കണക്ട് ചെയ്ത് നമുക്ക് വേറെ ചില ഇഡിയംസോ അല്ലെങ്കിൽ വാക്കുകളോ ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, നൗ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. മക്കളെ, നിങ്ങൾ ഹാൻഡ്സ് റേസ് ചെയ്യാതെ ഓപ്ഷൻ ആ ചാറ്റ് ബോക്സിനകത്ത് ഇടണേ, ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആണെന്നുള്ളത്. വിച്ച് യു തിങ്ക്? ആസ് എ ബിസിനസ് മാൻ, മൈ ഫാദർ ഓൾവേസ് മെയിൻറ്റെയിൻഡ് ഹിസ് ട്രാൻസാക്ഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് an open book. Transactions constituted an open book. An open book എന്നുള്ളതാണ് അവിടുത്തെ ഇഡിയം. ഓക്കെ, an open book. Again, ആ വേർഡ്സ് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് അതിന്റെ മീനിങ്. ആൻ ഓപ്പൺ ബുക്ക് എന്നുള്ളതിന്റെ മീനിങ് എന്താണ്? ഓപ്പൺ ബുക്ക്. ദീസ് ആർ ദ ഓപ്ഷൻസ്. ആൻ അക്കൗണ്ട് ബുക്ക് ഓൾവേസ് ഓപ്പൺ. അക്കൗണ്ട് ബുക്ക് ഓൾവേസ് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു അക്കൗണ്ട് ബുക്കിനെയാണ് ഓപ്പൺ ബുക്ക് എന്ന് പറയുന്നത്. എ ലോട്ട് ഓഫ് ഓപ്പൺ കൺഫെഷൻസ് ആണോ ചെക്ക് ചെയ്യുക. ആൻ ഓപ്പണിംഗ് ഫോർ ന്യൂ വെഞ്ചേഴ്സ്. സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് ഓണസ്റ്റ് ഡീലിംഗ്സ്. ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? തോന്നുന്നു കുട്ടികൾക്ക് ചാറ്റ് ചെയ്യാൻ ചാറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അതായിരിക്കും മേ ബി. അതെ അതെ ടീച്ചർ, ആരെങ്കിലും ഒരാളുടെ ഓഡിയോ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കാമോ? നോക്കട്ടെ, നമുക്ക് ജസ്റ്റ് ഒരു റെസ്പോൺസിന് വേണ്ടിയിട്ട്. ഓപ്ഷൻ ഡി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് ഓണസ്റ്റ് ഡീലിംഗ്സ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ യൂഷ്വലി വി യൂസ് ദിസ് ഇഡിയം അല്ലെ, നമ്മുടെ കോൺവെർസേഷനിൽ യൂസ് ചെയ്യുന്നതാണ്. ഓപ്പൺ ബുക്ക്, തുറന്ന പുസ്തകം. ഞാനൊരു ഓപ്പൺ ബുക്കാണ്, ഐ എം ആൻ ഓപ്പൺ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലെ, വെരി മച്ച് ക്ലിയർ, എവറിത്തിങ് ഇസ് ക്ലിയർ, ഒന്നും ഞാൻ ഹൈഡ് ചെയ്യുന്നില്ല. അപ്പൊ അക്കൗണ്ട് ബുക്ക് ഒന്നും അല്ല, ഓപ്പൺ കൺഫെഷൻസ് ഒന്നും അല്ല, ഓപ്പണിംഗ് ഓഫ് ന്യൂ വെഞ്ചേഴ്സ് അല്ല, സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് ഓണസ്റ്റ് ഡീലിംഗ്സ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതിന്റെ മീനിങ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വെരി ഗുഡ്. സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് ഓണസ്റ്റ് ഡീലിംഗ്സ്. യെസ്. ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്ത് ഒരു ബുക്ക് വന്നല്ലോ, അപ്പൊ നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. ബുക്ക് വേം. കുഡ് യു കോൾ എ ബുക്ക് വേം? ബുക്ക് വേം എന്ന് ആരെയാ വിളിക്കുക? ടീച്ചർ, ആ റെസ്പോൺസ് ഒന്ന് ഇത് ചെയ്യാമോ? ആരുടെയെങ്കിലും ഒരാളുടെ. ബുക്ക് വേം, പുസ്തകപ്പുഴു ഇല്ലേ? അഗ്രിമ. I think Agrima's audio mute ആണ് ടീച്ചർ. ഞാൻ പറഞ്ഞു അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അഗ്രിമ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ മോളെ. അല്ലെങ്കിൽ ഹരിപ്രിയ. bookworm, okay. Okay, one who is studious അല്ലേ? ബുക്ക്വർം നമ്മൾ വിളിക്കുന്ന ആരെയാണ്? ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ട് ഉള്ള ഒരു കുട്ടീനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിനെയോ റിലേറ്റീവിനെയോ ആരെങ്കിലും ഒരാളെയാണ് നമ്മൾ വി കോൾ ഇറ്റ് ആസ് എ ബുക്ക് വർം. ഓക്കെ, ശരി. നമുക്ക് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കണക്ട് ചെയ്ത് പോകാം കേട്ടോ. Now the third question. Ready? The project advanced by leaps and bounds. The project advanced by leaps and bounds. Leaps and bounds. എന്താ? Is it rapidly, slowly, sharply,
Simply. Yeah. Anyone who is ready to answer? Unmute ചെയ്തിട്ട് പറയാം. The project advanced by leaps and bounds. Option A. Option A. Any Rapidly. Rapidly. വേറെ ആരെങ്കിലും ഉണ്ടോ? Okay, very good. Option A, rapidly. Leaps and bounds means rapidly. Okay. Very good. ആരാ ആൻസർ പറഞ്ഞത് ആരായിരുന്നു? Ma'am. Yeah. മോളെ ഗാഥയാണ് മാം. ചാറ്റ് ബോക്സ് ഡിസേബിൾ ചെയ്തിട്ടേക്കുവാ. അതാ ഞങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ അതുവരെ നമുക്ക് ഇങ്ങനെ അങ്ങ് പെട്ടെന്ന് പോവാം കേട്ടോ. ഓക്കെ, വെരി ഗുഡ് ദാദ. ഇറ്റ്സ് റാപ്പിഡ്ലി. വെരി ഗുഡ്. നൗ ദ നെക്സ്റ്റ് വൺ. ഷീ ഇസ് ടു ഫോണ്ട് ഓഫ് ഹെർ ഓൺ വോയിസ്. ഫോണ്ട് ഓഫ് ഹെർ ഓൺ വോയിസ്. നമ്മുടെ തന്നെ വോയിസിന് നമുക്ക് തന്നെ അങ്ങ് ഇഷ്ടം. അങ്ങനെയുള്ള ഇഡിയം വാട്ട് യു കോൾ? ഓക്കെ, എ ലവ്സ് സിംഗിങ്. അങ്ങനെയുള്ളവരെയാണോ ടു ഫോണ്ട് ഓഫ് ഹെർ ഓൺ വോയിസ് എന്ന് പറയുന്നത്? പാട്ട് പാടാൻ ഇഷ്ടമുള്ളവരെയാണോ? വെരി സെൽഫിഷ്. Does not listen properly to anyone. Very talkative. Who do you call a person who is very what do you call a person who is very fond of her own voice? Which option goes with this? Love singing ano? Very selfish ano? Does not listen properly to anyone else ano? Very talkative ano? Yes. Who's going to answer? Anybody? Agrima? Very selfish. Very selfish. വേറെ ആർക്കെങ്കിലും ഉണ്ടോ ആൻസർ? വോയിസുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ. ഇറ്റ് ഈസ് ആക്ച്വലി കണക്റ്റഡ് വിത്ത് വോയിസ്. അപ്പൊ എന്തായിരിക്കും അഗ്രിമ? വോയിസുമായിട്ട് കണക്ട് ചെയ്തത്. ഓപ്ഷൻ ഡി കുറെ കുട്ടികൾ പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി. യാ, ഓപ്ഷൻ ഡി ഇസ് എ റൈറ്റ് വൺ. ഓക്കെ, അപ്പൊ അവിടെ നോക്കും. ഫോണ്ട് ഓഫ് ഹെർ ഓൺ വോയിസ് എന്ന് പറയുമ്പോൾ ആ വോയിസുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്തോളൂ കേട്ടോ. സെൽഫിഷ് അല്ല, നമുക്ക് തോന്നും ആ സെന്റൻസ് അങ്ങനെ വായിക്കുമ്പോൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസുമായിട്ട് കണക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ വെരി ടോക്കറ്റീവ്. ലവ് സിംഗിങ് അല്ല കണ്ടോ, അതിന്റെ ലിറ്ററൽ മീനിങ് പാട്ട് ഇഷ്ടം എന്നുള്ളതല്ല. ദാറ്റ്സ് നോട്ട് റൈറ്റ്. വെരി സെൽഫിഷ് അല്ല. ഡസ് നോട്ട് ലിസൺ പ്രോപ്പർലി ടു എനിവൺ എൽസ് അല്ല. വൺ ഹു ഈസ് ഫോണ്ട് ഓഫ് ഹെർ ഓൺ വോയിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഹു ഈസ് വെരി ടോക്കറ്റീവ്. ഓക്കെ, so option D is the right answer. Now the fifth one. Indian police is on the whole high-handed in dealing with citizens. High-handed, that is the idiom. High-handed. High-handed എന്ന് പറഞ്ഞാൽ എന്താണ്? High-handed. Okay, high-handed. കാണിക്കുന്ന എക്സ്പ്രഷൻ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഭയങ്കര ഹൈ ഹാൻഡഡ് ആയിട്ടുള്ള ആളെ എന്താണ്? ഓപ്ഷൻ ബി പറയുന്നുണ്ട് ടീച്ചർ. ഓപ്ഷൻ എ പറയുന്നുണ്ട്. ബി പറയുന്നുണ്ട്. ഞാൻ എന്റെ എക്സ്പ്രഷനിൽ നിന്ന് അത് എ ആണെന്ന് തോന്നുന്നുണ്ടോ? ഹൈ ഹാൻഡഡ് എന്ന് പറയുമ്പം ഹൈ ഹാൻഡഡ് ഒരു അപ്പർ ഹാൻഡ്. ബി ആണ് കൂടുതൽ പേരും. ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓവർ ബെയറിംഗ്. യെസ്. ഡോമിനന്റ്. ഓക്കെ, അല്ലെങ്കിൽ അപ്പർ ഹാൻഡ്, ഒരു അപ്പർ ഹാൻഡ് ഉള്ള ആള്. അതാണ് ഹൈ ഹാൻഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം. അപ്പർ ഹാൻഡ് ഉള്ള ആള് അല്ലെങ്കിൽ ഡോമിനന്റ് ആയിട്ടുള്ള. ഓവർ ബെയറിംഗ്, ദാറ്റ് ഇസ് ദ മീനിങ്. ഓവർ ബെയറിംഗ് എന്ന് പറയുന്നത് ഡോമിനൻസി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ കൈൻഡ് അല്ല, പ്രോംപ്റ്റ് അല്ല, അഡപ്റ്റ് അല്ല. ഓക്കെ, ഇറ്റ് ഇസ് ഓവർ ബെയറിംഗ്. നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്തൊരു വേറെ ഇഡിയം നോക്കാം. someone caught red handed. Catch red handed എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ caught red handed എന്ന് പറഞ്ഞാൽ എന്താണ്? What is that?
എന്താണത്? കൈയോടെ പിടിക്കുക. മലയാളത്തിൽ തന്നെ ഉണ്ട് അതിന്റെ വേർഡ്, കൈയോടെ പിടിക്കുക. കൈയോടെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ്സ് ആക്ച്വലി ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു നിങ്ങൾ ചെയ്ത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതിനെ അങ്ങനെ തന്നെ ടു ക്യാച്ച് someone while doing or committing a crime. അതിനെയാണ് someone caught red handed. ഓക്കെ, അപ്പൊ നമ്മളിപ്പം കുറച്ചു മുമ്പ് കണ്ട ഐഡിയമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചോണം. catch someone while doing or committing a crime. അപ്പൊ അവിടെ പിടിക്കുന്നതിനെയാണ്, അങ്ങനെ കണ്ടെത്തുന്നതിന്. Now the sixth one, his speech fell short on the audience. Fell short. His speech fell short on the audience. Fell short എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? What is the idiom? What is the meaning of the idiom? Had no effect, moved the audience, impressed the audience. ആണ് കൂടുതൽ കുട്ടികൾ. Very good, very good. That is the answer. Fell short. നമ്മൾ ആദ്യം പറഞ്ഞു ചില അത് നമുക്ക് ഒരു നെഗറ്റീവ് സെൻസ് തരും. Fell short. His speech fell short എന്ന് പറയുമ്പോൾ മൂഡ് ദി ഓഡിയൻസ് അല്ല, ഇംപ്രസ്ഡ്, അതൊരു പോസിറ്റീവ് സെൻസ് ആണ്, അതൊരിക്കലും വരൂല അല്ലെ. വാസ് ക്വൈറ്റ് ഷോർട്ട്, അത് ലിറ്ററൽ മീനിങ് ആണ്, വളരെ ചെറിയൊരു സ്പീച്ച് ആയിരുന്നു എന്നുള്ളതാണ്, അത് എന്തായാലും വരൂല. ബട്ട് ദ ഓപ്ഷൻ ഈസ് ഹാഡ് നോ ഇഫക്റ്റ്. ഒരു ഇഫക്റ്റും ഉണ്ടാകാത്തതിനാണ് യു കോൾ ഇറ്റ് ആസ് ഫെൽ ഷോർട്ട്. ഓക്കെ, സോ ദാറ്റ്സ് ദ ഇഡിയം. Now, seventh one, the officer called for an explanation from the cashier for the shortage of cash. Called for എന്ന് പറഞ്ഞാൽ എന്താണ്? What is the meaning of the idiom called for? Officer എന്താണ്? ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചു കാഷ്യറിന്റെ അല്ലേ, ഷോർട്ടേജ് ഓഫ് ക്യാഷ് ഉണ്ടായി. There is some shortage of cash, so the officer is explanation കാഷ്യറിന്റെ എക്സ്പ്ലനേഷൻ ചോദിക്കുകയാണോ, ബെഗ് ചെയ്യുകയാണോ, സാറിന്റെ നോട്ടീസ് കൊടുക്കുവോ, അതോ ഡിമാൻഡ് ചെയ്യോ? Explanation. Will the officer ask? Will he beg the cashier? Will he give a notice or demand? അതൊന്ന് കിട്ടും അതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഡി, വെരി ഗുഡ്, റൈറ്റ് ആൻസർ. ഡിമാൻഡഡ്, ദാറ്റ് ഇസ് ദി ആൻസർ. ഒരിക്കലും നമ്മൾ എക്സ്പ്ലനേഷൻ ചോദിക്കുകയല്ല, ഓഫീസർ ഒരിക്കലും ചോദിക്കുകയല്ല, പകരം അയാളുടെ സബോർഡിനേറ്റ് എന്താണ് ഡിമാൻഡ് ചെയ്യുള്ളൂ അല്ലെ, എക്സ്പ്ലനേഷൻ ഡിമാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ദി ആൻസർ, ഡിമാൻഡഡ്. വെരി ഗുഡ്. Now, we wanted the gift to be a surprise for my mother, but my sister gave the game away. അമ്മയ്ക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ നിൽക്കുകയാണ്. We want the gift to be a surprise for my mother, but my sister, എൻ്റെ അനിയത്തി എന്ത് ചെയ്തു? Gave the game away. എപ്പോഴും കാണുമല്ലോ വീട്ടിൽ അങ്ങനെയുള്ള അനിയത്തിമാര്. Gave the game away. What is the meaning of that idiom? Gave the game away. Lost the game ആണോ? Gave out the secret ആണോ? Gave away the gift ആണോ? ഗിഫ്റ്റ് കൊടുത്തു എന്നാണോ? Withdrew from the plan എന്നാണോ? പ്ലാൻ ഒന്ന് മാറി എന്നാണോ? Teacher, most of the answers B. B, very good. Gave out the secret. Very good. എനിക്ക് ഗൂസ് ബംസ് ആണ് കേട്ടോ, ഇത്രയും എല്ലാ ആൻസർ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നു. We wanted the gift to be a surprise. Gift to be a surprise. But my sister gave the game. Gave the game away means gave out the secret. Secret റിവീൽ ചെയ്ത് കളയും അല്ലേ. ചില അനിയത്തിമാർ അങ്ങനെയുണ്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ. നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കും, അവർ നേരെ പോയി പറഞ്ഞു കൊടുക്കും അല്ലേ. എല്ലാം നമ്മുടെ ഗെയിം പ്ലാൻ മുഴുവൻ സ്പോയിൽ ചെയ്തത്. So that is it. Now, can you identify two idioms which has a meaning disclose the secret? രണ്ട് idioms പറയാമോ? Disclose the secret എന്നുള്ളതിന്റെ രണ്ട് idioms. Meaning വരുന്ന two idioms. Disclose the secret എന്ന് meaning വരുന്ന two idioms. Can you? Any answer? Spill the beans. Very good. Spill the bean. Let the cat out of bag or box. Okay. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ച ഇഡിയമുമായിട്ട് കണക്ട് ചെയ്ത് ഈ രണ്ട് ഇഡിയംസും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാനായിട്ട് പറ്റും. അങ്ങനെ ലിങ്ക് ചെയ്ത് പഠിക്കാൻ നോക്കുക കേട്ടോ. അപ്പം യു ക്യാൻ ലേൺ മോർ ഇഡിയംസ്. ഒരു ദിവസം തന്നെ നമുക്ക് ഒരുപാട് ഇഡിയംസ് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെ ട്രിക്ക് പ്രയോഗിച്ചാലേ നമുക്ക് പറ്റുള്ളൂ. അതർവൈസ് ഇത് ഈസി ജോബ് അല്ല നമ്മൾ ഇഡിയംസ് പഠിച്ചു വെക്കാനുള്ളത്. Now the ninth one, the actress took cue from her brother and became successful. Took cue അല്ലെങ്കിൽ ക്ലൂ എന്നൊക്കെ പറയാം. The actress took cue from her brother and became successful.
ബ്രദറിന്റെ ക്യൂ എടുത്തിട്ട് സക്സസ്ഫുൾ ആയി. എന്താണത്? സം ഹെൽപ്പ്, ആ ഹിന്റ് ആണോ, ഹെൽപ്പാണോ, ഹിന്റ് ആണോ, മണി ആണോ, ലേൺഡ് ആക്ടിങ് എന്നാണ്. ബ്രദറിന്റെ ആക്ടിങ് പഠിച്ചു എന്നാണോ? അല്ല, അത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം, കളഞ്ഞു. ബ്രദറിന്റെ മണി എടുത്തു എന്നായിരിക്കോ? എന്തായാലും ഡെഫിനറ്റ്ലി നോട്ട് അല്ലേ, അതും കളഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഹെൽപ്പും ഹിന്റും ആണ്. ഏതാണ് മോർ കറക്റ്റ്? വരുന്നുണ്ട് ആൻസേഴ്സ്. ഹിന്റ് അല്ല, ഹെൽപ്പ് ആണ്. ഓക്കെ, ടു ക്യൂ മീൻസ് ഹെൽപ്പ്. ഓക്കെ, ടു ക്യൂ, ക്യൂ ഹെൽപ്പ്, അങ്ങനെ ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മുടെ മറ്റേ ക്യൂ, വരി എന്നുള്ള ക്യൂ, ക്യൂ യു ഇ യു ഇ, ആ ക്യൂ ഈ സി യു ഇ അങ്ങനെയുള്ളത് വെച്ച് കണക്ട് ചെയ്ത് ഓർത്താൽ മതി, ഹെൽപ്പ്. ഓക്കെ, ശരി. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ടുക്ക് ഓവർ? ടുക്ക് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടേക്ക് കൺട്രോൾ ഓർ പൊസഷൻ. ഓക്കെ, yeah. Now, let us have a heart-to-heart talk to solve the problem. Heart-to-heart talk. എന്താണ് heart-to-heart talk എന്ന് പറയുന്നത്? Let us have a heart-to-heart talk to solve the problem. Problem solve ചെയ്യാനാണ്. അപ്പൊ ഇമോഷണൽ ടോക്ക് ആയിരിക്കോ? ഇമോഷണൽ ടോക്ക് ഓപ്ഷൻ സി ആണ് കൂടുതൽ കുട്ടികളും പറയുന്നത്. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. ഫ്രാങ്ക് ടോക്ക്. യെസ്, ദാറ്റ്സ് ഇറ്റ്, ഫ്രാങ്ക് ടോക്ക്. ഓക്കെ, ഹാർട്ട് ടു ഹാർട്ട് ടോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാങ്ക് ടോക്ക് ആണ്. നമ്മൾ ലവിങ് ഇമോഷണലൊക്കെ നമുക്ക് വരും, കാരണം ഹാർട്ട് ആയതുകൊണ്ട്. പക്ഷെ അല്ല, ഫ്രാങ്ക് എന്നുള്ള മീനിങ് ആണ് അതുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. ഓക്കെ, ഫ്രാങ്ക് ടോക്ക് ആണ് ഹാർട്ട് ടു ഹാർട്ട് ടോക്ക്. യെസ്, ഫ്രാങ്ക് ടോക്ക്. Now to miss the bus, very easy. To miss the bus എന്ന് വെച്ചാൽ എന്താണ്? ബസ് മിസ്സാക്കുക എന്ന് പറഞ്ഞാൽ ഡെയിലി പോകുന്ന ബസ് മിസ്സായെന്നാണോ? To miss the bus that one regularly takes ആണോ? റൂൾ ഔട്ട് വേണമെങ്കിൽ ചെയ്യാം. To miss an opportunity ആണോ? അവസരം നഷ്ടപ്പെടുത്തുക. To have something to fall back upon. To find fault with others, കുറ്റം പറയുക എന്നുള്ളതാണോ? ഓ, ഐ മിസ് ദ ബസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ബി സി ഡി. വെരി ഈസി വൺ. ഓപ്ഷൻ ബി ആണ് ടീച്ചർ. ഓപ്ഷൻ ബി, വെരി ഗുഡ്. ടു മിസ് ആൻ ഓപ്പർച്യൂണിറ്റി, അതാണ് ടു മിസ് ദ ബസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കളയുന്നതിനെയാണ് ടു മിസ് ദ ബസ് എന്ന് പറയുന്നത്. അല്ലാതെ റെഗുലർലി പോകുന്ന ബസ്സൊന്നും അല്ല. അവിടെ ലിറ്ററൽ മീനിങ് അല്ല എന്നുള്ളതിന്റെ എക്സാക്ട് ആയിട്ടുള്ളൊരു ഇഡിയമാണിത്. ഓക്കെ, യെസ്. Now, birds of same feather. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇഡിയമാണ് ബേർഡ്സ് ഓഫ് സെയിം ഫെദർ. എന്താണ്? ഒരേ തൂവൽ പക്ഷികൾ. ഇഡിയം ഈസ് ഇൻ മലയാളം ഓൾസോ. ഒരേ തൂവൽ പക്ഷികൾ. പേഴ്സൺസ് ഓഫ് സെയിം കാസ്റ്റ് ആണോ? ഒരേ കാസ്റ്റിലുള്ളവരെ. നത്തിങ് ടു ഡു വിത്ത് ദ കാസ്റ്റ്. Now, students responded option D, teacher. Option D, very good. Persons of same character. അല്ലേ? ഒരേ വൈബുള്ള ആൾക്കാർ. നിങ്ങളുടെ ലാംഗ്വേജിൽ പറഞ്ഞാൽ ഒരേ വൈബുള്ള ആൾക്കാരെ യു കോൾ ഇറ്റ് ആസ് ബേർഡ്സ് ഓഫ് സെയിം ഫെദർ. ഓക്കെ, 4 പേര് ചേർന്ന് ഒരു ഫോട്ടോ ഇട്ടിട്ട് നമുക്ക് പറയാം നമ്മൾ വി ആർ ബേർഡ്സ് ഓഫ് സെയിം ഫെദർ എന്ന് പറയാം. യെസ്, നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ? പേഴ്സൺസ് ഓഫ് സെയിം ക്യാരക്ടർ. അതുമായിട്ട് കണക്ട് ചെയ്ത് ഒരു 3 ഇഡിയംസ് ആണിത്. ഫെദർ ഇൻ യുവർ നെസ്റ്റ്, ഫെദർ ഇൻ യുവർ നെസ്റ്റ്, ഫെദർ ഇൻ അതേഴ്സ് നെസ്റ്റ്, ഫെദർ ഇൻ വൺസ് ക്യാപ്. നോക്കൂ, എന്താണത്? 3 ഫെദറുമായിട്ട് കണക്ട് ചെയ്താണ്, പക്ഷെ 3നും ഡിഫറെന്റ് മീനിങ്. ഫെദർ ഇൻ യുവർ നെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കിംഗ് എന്നാണ് മീനിങ്. ഓക്കെ, ഫെദർ ഇൻ അതേഴ്സ് നെസ്റ്റ്, മറ്റൊരാളുടെ തലയിൽ ഫെദർ വയ്ക്കാൻ പോകുന്നതിനെ ഇറ്റ് ഈസ് ആക്ച്വലി എന്താണ്? ചീറ്റിംഗ് ആണ്, ചീറ്റ് ചെയ്യുന്നതിനാണ്. ഫെദർ ഇൻ വൺസ് ക്യാപ്, അത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. റിവാർഡ് നമുക്ക് കിട്ടുമ്പോൾ അല്ലെ, നമുക്കൊരു ക്യാപ്പിൽ ഒരു ഫെദറും കൂടി ആയി എന്ന് നമ്മൾ പറയുന്നത്. ഗെറ്റിംഗ് എ റിവാർഡ്. Okay. Now, അടുത്ത to fight tooth and nail. To fight tooth and nail. എന്താണത്? പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുക, ഫൈറ്റ് ചെയ്യുക. To fight a losing battle ആണോ വരുവോ? To fight heroically ആണോ? To fight cowardly ആണോ? പല്ലും നഖവും ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ to fight cowardly അല്ല അല്ലേ? അത് റൂൾ ഔട്ട് ചെയ്യാം. To make students option D ആണ് പറയുന്നത്. Option D, very good. Right answer. To make every possible effort. എല്ലാ എഫേർട്ടും നമ്മൾ എടുത്ത് അതിനു വേണ്ടി ശ്രമിക്കുന്നതിനെയാണ് to fight tooth and nail. അപ്പം ടൂത്തും നെയിലും ഒക്കെ ഇനി കാണുമ്പോൾ ഈ ഇഡിയം ഓർക്കണം. To make every possible effort. Okay. ടീച്ചർ, നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ഒരുപാട്. ടീച്ചർ 20 ആണ്, പെട്ടെന്ന് തീർക്കാം. ഓക്കെ.
20 തന്നെ വേണ്ട. അതുമായിട്ട് കണക്ട് ചെയ്തൊരു 3 idioms ആണ് ഇത്. ടു സ്ട്രെയിൻ എവറി നെർവ്, ഓക്കെ, ടു മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ്, ടു ഗീവ് ആൻ ആം ആൻഡ് ലെഗ്. ഈ idioms റെഫർ ചെയ്തോളൂ, അതിന്റെ മീനിങ് നോക്കണം കേട്ടോ. ഇതുമായിട്ട് കണക്ട് ചെയ്ത 3 idioms ആണ്. ഓക്കെ, ടു സ്ട്രെയിൻ എവറി നെർവ്, ടു മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ്, അതറിയാം. 2 വശവും കൂട്ടി മുട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതിന് എന്താണ് അത് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ടു ഗീവ് ആൻ ആം ആൻഡ് ലെഗ്, അപ്പൊ ടൂത്ത് നെയിലിന് പകരം ഇവിടെ ആം ആൻഡ് ലെഗ് ആണ്. ഫൈൻഡ് ഔട്ട് ദി മീനിങ് ഓഫ് ദാറ്റ് idiom ഓൾസോ. Now, to call a spade a spade. To call a spade a spade. എന്താണ്? Is it to be frank? Is it to be sly? Is it to be rude? Is it to be diplomatic? ഓപ്ഷൻ എ വരുന്നുണ്ട് ടീച്ചർ. ആൻസർ Yes, ഓപ്ഷൻ എ. option A is the right answer. To be frank. അതാണ് to call a spade a spade. To be frank. അപ്പൊ ഫ്രാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ വേറെ ഒരു idiom നേരത്തെ പഠിച്ചു, അത് മറന്നുപോയി. ഓക്കെ, now അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞാൽ to call a red letter day. What is a red letter day? Red letter day എന്ന് നമ്മൾ പറയുന്നതിന് എന്താണ്? നമ്മുടെ റൈറ്റിംഗിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് ഡേ എന്ന് ചാറ്റിൽ വന്നിട്ടുണ്ട്. Yes, very good. An important day or a memorable day. Very good. അപ്പം നമ്മൾ ഇറ്റ് വാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡേ എന്ന് നമ്മൾ എഴുതും നമ്മുടെ ഡയറിയിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു നമ്മുടെ ഒരു തോട്ട് എഴുതുമ്പോൾ അതിന് പകരം ഇറ്റ് വാസ് എ റെഡ് ലെറ്റർ ഡേ എന്ന് പറയുമ്പോൾ നോക്കൂ നമ്മുടെ ആ ഒരു ലാംഗ്വേജിൽ ഉണ്ടാകുന്ന മാറ്റം അതാണ്. അൺഫോർഗറ്റബിൾ ഡേ എന്നും വന്നിട്ടുണ്ട് ടീച്ചർ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അത് തന്നെയാണ്. അപ്പൊ അതാണ്, ദാറ്റ് ഇസ് എ മാജിക് ഓഫ് idiom കേട്ടോ. സോ അതൊരു ചെറിയ ആളല്ല idiom എന്ന് പറയുന്നത്. Now, to shed crocodile tears. Yes, it's a very famous idiom. To shed crocodile tears. മുതലക്കണ്ണീർ പൊഴിക്കുക എന്ന് പറയുന്നത് എന്താണ്? മുതലയുടെ കണ്ണുനീർ. ഓപ്ഷൻ ബി. ഒരുപാട് കുട്ടികൾ. യെസ് യെസ് യെസ്, വെരി ഗുഡ്. ടു പ്രിറ്റൻഡ് ഗ്രീഫ് അല്ലേ, അത് മറ്റേ നമ്മുടെ സ്റ്റോറി ആയിട്ട് കണക്ട് ആണ്. ടു വീപ് പ്രൊഫ്യൂസ്ലി അല്ല, ഭയങ്കരമായിട്ട് കരയുന്നതിനെ അല്ല. ടു ഗ്രീവ് സീരിയസ്ലി അല്ല. ടു മോക്ക് സംതിങ് അല്ല, അതല്ല. ടു പ്രിറ്റൻഡ് ആണ്. ക്രോക്കഡൈൽ കണക്റ്റഡ് ടു പ്രിറ്റൻഡ്. ഓക്കെ, അതങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പ്രിറ്റൻഡ് ടു ഗ്രീഫ്. വുൾഫ്സ് ക്രൈ. എന്താണ് വുൾഫ്സ് ക്രൈ? ക്രോക്കഡൈലിന്റെ കണ്ണുനീര് അതായി. പ്രിറ്റൻഡ്. വുൾഫ്സ് ക്രൈ എന്തായിരിക്കും? വുൾഫ് to give false alarm. Okay, തെറ്റായ അലാം കൊടുക്കുന്നതിനെയാണ് you call it as wolf's cry. Okay, now to call it a day, let's call it a day എന്ന് ഞാൻ at the end of the day പറയുകയാണെങ്കിൽ, ഈ സെഷന്റെ എല്ലാ അവസാനം പറയുകയാണെങ്കിൽ, what is the meaning? To call it a day, to conclude the proceedings, to initiate. A ആണ് ടീച്ചറെ. ഓപ്ഷൻ yes, very good. Option A is the right answer. To conclude ചെയ്യുക. Let's call it a day എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം എന്നുള്ളതാണ്. Let's conclude എന്നുള്ളതാണ്. To conclude proceedings. Very good. Right. Now 17th one, to see red എന്ന് പറഞ്ഞാൽ എന്താണ്? To see red. Red എന്നുള്ള കളറുമായിട്ട് കണക്ട് ചെയ്ത് നോക്കൂ. Get broke. കാലൊടിയുമ്പോഴോ അല്ലെങ്കിൽ കൈ ഒടിയുമ്പോഴോ എപ്പോഴെങ്കിലും റെഡ് ആവാറുണ്ടോ? Get angry. ദേഷ്യം വരുമ്പോൾ റെഡ് ആകാറുണ്ടോ? Feel lucky. അപ്പൊ നിങ്ങളുടെ മുഖം ചുമക്കാറുണ്ടോ? Become rich. റിച്ച് ആകുമ്പോൾ ചുമക്കാറുണ്ടോ? ടീച്ചർ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ബി. ഓപ്ഷൻ ബി. ബി, ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. ഗെറ്റ് ആംഗ്രി അല്ലേ, ദേഷ്യം വരുമ്പോഴാണ് ചുമന്ന് നമ്മുടെ മുഖവും എല്ലാം കൂടി ചുമന്ന് കയറുന്നത് അല്ലേ. യെസ്, അപ്പൊ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ടു സീ റെഡ് മീൻസ് ഗെറ്റ് ആംഗ്രി. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്ത് ഒരെണ്ണം പറയാം. ടു ബി ഇൻ ദ റെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സീ റെഡ് പറഞ്ഞു, ആംഗ്രി ആണ്. ടു ബി ഇൻ ദ റെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചുമപ്പിലാണ് നിൽക്കുന്നത്, ഡേഞ്ചർ അല്ലേ. Yes, red, traffic signal, we know. Danger ആണ് റെഡിനെ സൂചിപ്പിക്കുന്നത്. To be in the red means danger. Okay. Now 18, the one, in the nick of time. In the nick of time. Nick of time. Unexpected time ആണോ? After some time എന്നാണോ? At a time when it was too late എന്നുള്ളതാണോ? What is it? In the nick of time എന്നാണ്. നിക്ക് എന്ന് പറഞ്ഞാൽ എക്സാക്ട് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. എക്സാക്ട് ടൈം എന്നുള്ളതാണ് ഇൻ ദ നിക്ക് ഓഫ് ടൈം. എന്തായിരിക്കും? അൺഎക്സ്പെക്ടഡ് ടൈം അല്ല അല്ലേ. നോ. ആഫ്റ്റർ സം ടൈം ആണോ? അതും വരൂല. എക്സാക്ട് ആണ് ഞാൻ പറഞ്ഞു നേരത്തെ. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. പ്രിസൈസ്ലി ഇൻ ദ റൈറ്റ് ടൈം. അതാണ്. ഇപ്പൊ നമുക്ക് 11:15 ട്രെയിൻ എങ്കിൽ നമ്മൾ 11:10 അല്ലെങ്കിൽ ആ ഒരു എക്സാക്ട് ടൈമിലെത്തി. ആ 11:15 എന്ന് പറയുക. എക്സാക്ട് ടൈമിനെത്തി. ചിലരൊക്കെ ഉണ്ടല്ലേ ട്രെയിനിന്റെ ബാക്കിൽ ആ മറ്റേ ഇന്ത്യ ചിഹ്നം കാണുമ്പോഴായിരിക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്, ഓടിപ്പിടിച്ചിട്ടാണ്.
precisely in the right time. That is in the nick of time. Allada too late ennullala. At time it was too late ennullala. Okay, that's not the right answer. Precisely in the right time. I reached the place in the nick of time. Against the clock nu vechal endayirikkum appam against the clock. Clock in against ആയിട്ട് ക്ലോക്ക് ഇങ്ങനെ പോകുന്നു, കറക്റ്റ് ടൈമിന് ഓടിക്കൊണ്ടിരിക്കുന്നു. അതായത് എഗൻസ്റ്റ് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നേരത്തെ എത്തുക, ഏർലി. അതിനെയാണ് യു കോൾ ഇറ്റ് ആസ്, അല്ലെ, മുന്നേ. അങ്ങനെയാണ് എഗൻസ്റ്റ് ദ ക്ലോക്ക്. Now 19th one, yellow press is always very popular with the common man. Yellow press. What is the meaning of yellow press? മഞ്ഞപത്രം. എങ്ങനത്തെ പത്രമായിരിക്കും മഞ്ഞപത്രം? ന്യൂസ് പേപ്പർ റിപ്പോർട്ടിംഗ് ബിസിനസ് ന്യൂസ് ഓൺലി. അതിനെ നമ്മൾ യെല്ലോ പ്രസ് എന്ന് വിളിക്കുമോ? ന്യൂസ് പേപ്പർ ഓഫ് യെല്ലോ കളർ ആണോ ലിറ്ററൽ മീനിങ്? നോക്കും, ഐ ഡോണ്ട് തിങ്ക് സോ. നമുക്കത് റൂൾ ഔട്ട് ചെയ്യാം. പ്രസ് ഓൺഡ് ബൈ ദ ഗവൺമെന്റ്, അതാണോ യെല്ലോ പ്രസ്? എ സെൻസേഷണൽ ന്യൂസ് പേപ്പർ. എന്താണ് മഞ്ഞപത്രം? Most of them go with option D, teacher. D, yes, very good, that's it. സെൻസേഷണൽ ന്യൂസ് പേപ്പറിനെയാണ് നമ്മൾ യെല്ലോ പ്രസ് എന്ന് വിളിക്കുന്നത്. യെല്ലോ ജേർണലിസം ഈസ് ഓൾസോ ദെയർ കേട്ടോ. ജേർണലിസമായിട്ടൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ പറയുന്നതാണ്. To be yellow means what? Yellow color, അല്ലെ? കളറുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഇഡിയമാണ്. To be yellow, too scared to do something. അതാണ് ഭയങ്കര പേടി, എന്ത് ചെയ്യാനും ഭയങ്കര പേടിയുള്ളതിനാണ് to be yellow. അപ്പൊ നമ്മൾ യെല്ലോ, റെഡ് കണ്ടോ? അപ്പം കളേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ഇഡിയംസ് ഉണ്ട്. ഇതെല്ലാം പഠിക്കുമ്പോൾ ഒരുമിച്ച് പഠിച്ചു കേട്ടോ. Now, yeoman service. എന്താണ് എന്റെ മീനിങ്? yeoman service. yeoman means ആരെയാണ് നമ്മൾ yeoman എന്ന് പറയുന്നത്? ഫാമേഴ്സിനെയാണ് യു കോൾ ഇറ്റ് ആസ് എ yeoman, farmer. yeoman service means മെഡിക്കൽ ഹെൽപ്പ് ആണോ? അല്ല. എക്സലന്റ് വർക്ക് ആണോ? ഫാമേഴ്സ് ചെയ്യുന്ന ഒരു വർക്കിനെ എങ്ങനെ റിലേറ്റ് ചെയ്യാം? സോഷ്യൽ വർക്ക് ആണോ? ഹാർഡ് വർക്ക് ആണോ? എക്സലന്റ് വർക്ക് കളയാം, അല്ല. എക്സലന്റ് വർക്ക് എല്ലാവരും ചെയ്യും, അല്ലേ? Is it C or D? Social work or hard work? Yeoman's service. ഫാമറിന്റെ സർവീസിനെ സോഷ്യൽ വർക്ക് എന്ന് പറയുമോ ഹാർഡ് വർക്ക് എന്ന് പറയും? ഓപ്ഷൻ ബിയും ഡിയും വരുന്നുണ്ട് ടീച്ചർ. കൂടുതൽ പേരും ഡി ആണ് ഓപ്റ്റ് ചെയ്തേക്കുന്നത്. ഡി അല്ല, ഡി മീൻസ് ഹാർഡ് വർക്ക് ആണ്. പക്ഷെ ഹാർഡ് വർക്ക് ഫാമേഴ്സ് മാത്രമല്ല, അല്ലേ? മിക്കവാറും എല്ലാവരും ഹാർഡ് വർക്ക് തന്നെ ചെയ്യുന്നുണ്ട് പല കാര്യം. പക്ഷെ അവർ ചെയ്യുന്ന കൂടുതൽ കാര്യങ്ങൾ എന്താണ്? സോഷ്യൽ വർക്കാണ്, അല്ലെ? അവർ ചെയ്യുമ്പോൾ നമുക്ക് ഫുഡ് കിട്ടുന്നു, അല്ലേ? അവർ ചെയ്യുന്ന ഓരോ വർക്കിൽ നിന്നും. അപ്പൊ അതൊരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ അങ്ങനെ വേണം എടുക്കാൻ. യോമാൻ സർവീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സോഷ്യൽ വർക്ക്. ഓക്കെ, സോറി, ഇവിടെ ഓപ്ഷൻ തിരിച്ചാണ് വന്നത്. എക്സലന്റ് വർക്ക് അല്ല, സോഷ്യൽ. ഓക്കെ, സോ ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ. That's all for today's class based on idioms. Okay, I hope you will score 100% for this session. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഇതിനകത്ത് 100% ഈ സെഷൻ നിങ്ങൾ കറക്റ്റ് ആക്കും. ഓക്കെ, സോ ബ്രേക്ക് എ ലെഗ് ആൻഡ് സീ യു സൂൺ. താങ്ക് യു സോ മച്ച്. താങ്ക് യു രതി ടീച്ചർ. രാഖി ടീച്ചർ, ടീച്ചറിന്റെ സെഷൻ ആണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ടീച്ചർ അൺമ്യൂട്ട് ചെയ്തോളൂ. രാഖി ടീച്ചർ അൺമ്യൂട്ട് ചെയ്തോളൂ, പ്രസന്റേഷൻ ഷെയർ ചെയ്തോളൂ. മക്കളെ, ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. ഇത് അധികം സമയം എടുക്കില്ല. സോ ആരും പോവാതെ ഇതും കൂടി കംപ്ലീറ്റ് ശ്രദ്ധിച്ച് കേട്ടിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, എല്ലാ മക്കളും ഇരുന്ന് ശ്രദ്ധിച്ച് കേൾക്കും. ഓക്കെ രാഖി ടീച്ചർ. So hello students, welcome back again to CGAC Thiruvananthapuram CUET English 2023. So now we are going to start your journey with me from Rakhi Radhakrishnan from RRV Girls Kilimandu. So I'll be dealing with today's session with one word substitution. എന്താണ് one word substitution എന്ന് വെച്ചാൽ, അല്ലേ? എന്തിനാണ്? What importance does it have in our English language? So these might be the questions which I've been rolling out in your mind. So let's go with that. How is one word substitution related to language? നമ്മുടെ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു റോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഉണ്ടോ? ഉണ്ട്. One word substitution is an important concept in the English language as it makes communication much more concise, lucid and easy. Moreover, it saves time while reading and space while writing. For example, നമുക്ക് പറയാം the study of celestial bodies എന്ന് എഴുതുന്നതിന് പകരം
ഞങ്ങൾ അതിന് പകരം ആസ്ട്രോണമി എന്ന് എഴുതുവാണെങ്കിൽ കുറച്ചും കൂടെ ചെറുതായില്ലേ, കുറച്ചൊരു ബ്രീഫായി അല്ലേ, കുറച്ചൊരു സ്റ്റാൻഡേർഡായി മാറും. അപ്പൊ ഇതാണ് നമ്മൾ വൺ വേർഡ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്, അടുത്ത ഒരു ചോദ്യം. ഈസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് വൊക്കാബുലറി? എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടോ നമ്മുടെ വൊക്കാബുലറി പാർട്ടിൽ ഈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ? എന്താ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. നീ എന്താ ഇമ്പോർട്ടൻസ് നോക്കാം. It simply means that a sentence has to be replaced with a single word. ഒന്നുകിൽ സെന്റൻസ് അല്ലെങ്കിൽ a group of words. ഒരു സിംഗിൾ വേർഡ് റീപ്ലേസ് ചെയ്ത് വെക്കുക. This area requires a good vocabulary to solve the questions well. അപ്പൊ നമുക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്ത് ശരിക്കും നല്ല വൊക്കാബുലറി ലിസ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ ചിന്തിക്കുകയാണ് എങ്ങനെ ഇപ്പൊ നമുക്ക് ഇതിനെ കൂട്ടാം, നമ്മുടെ കയ്യിലുള്ള വൊക്കാബുലറി ലിസ്റ്റ് എങ്ങനെ നമുക്ക് കൂട്ടാം അല്ലെ? ഒരു കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ചിലത് ഉണ്ട്, ഒന്ന് നോക്കാം ഏതൊക്കെയാണ്. ഫസ്റ്റ്, അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ഓൾ ദ വേർഡ്സ് ഓർ എ കംപ്ലീറ്റ് സെന്റൻസ്. നമ്മള് ചില വാക്കുകളും അല്ലെങ്കിൽ വാക്യങ്ങളും ഒക്കെ വായിക്കുമ്പോൾ അതിന്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത എന്താണ്? Try to find similar words that show the same meaning as the sentence. നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ ഇന്ന് ടുഡേ ഐ എം ഗോയിങ് ടു ഡീൽ വിത്ത് ദ സ്റ്റഡി ഓഫ് സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറയുന്നതിന് പകരം ഞാനിപ്പോ എന്താ പറയാ, ടുഡേ വിൽ ഡീൽ വിത്ത് ആസ്ട്രോണമി. അപ്പൊ ഇങ്ങനെ ഉള്ള ചില വാക്കുകൾക്ക് ഉണ്ടാവൂല. അപ്പൊ അങ്ങനത്തെ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം, അത് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫ്യൂച്ചർ യൂസിന് വേണ്ടി നമുക്ക് അത് കരുതൽ വെക്കുകയും ചെയ്യാം, നമ്മൾ വൊക്കാബുലറി ലിസ്റ്റിൽ കൂട്ടുകയും ചെയ്യാം. Now learn the words used instead of the sentence and remember the word for future use. ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം നമ്മൾ ഓർത്തു വെക്കുകയും പിന്നീട് ഭാവിയിലേക്ക് നമുക്കത് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഓർത്തു വെക്കുകയും ചെയ്യണം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 മെത്തേഡിലൂടെ പോകുമ്പോൾ we can enhance your vocabulary. Synonyms and antonyms. അപ്പൊ നമുക്ക് synonyms and antonyms ഒക്കെ നേരത്തെ നമ്മൾ ഡീൽ ചെയ്താണ്. It has already been dealt in the previous classes. Synonyms, antonyms, and right away Redhi ma'am has dealt with the idioms and phrases. All these come under the part vocabulary part. But how to enhance this, all these things, all the teachers, the teachers that have been handling these classes, they have told how to keep all those tricks and tricks to remember these things. അതെല്ലാം നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സിനോണിംസും ആന്റണിംസും ഒരു എക്സാമ്പിൾ പറയാം. തീയിസ്റ്റിന്റെ അർത്ഥം അറിയാം എന്താണ്? വൺ ഹു ബിലീവ്സ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്നാണ്. അപ്പൊ അതിന്റെ ആന്റണിം എന്താണ്? എത്തീസ്റ്റ്. വൺ ഹു ഡസന്റ് ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്നാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ അതിന്റെ ഒരു കണക്റ്റീവായിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ കുറെ കൂടി നമുക്ക് എളുപ്പത്തിൽ നമുക്കൊന്ന് പഠിക്കാൻ പറ്റും. ഇനി മറ്റൊരു ട്രിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. Here there are 2 root words over there, theo and theism. Theo means related to God and theism means belief in the existence of God. And here I have a list of words connected and associated with these theo and theism. അപ്പം നോക്കാം നമുക്ക്. theist നമ്മൾ നേരത്തെ തന്നെ നമ്മൾ സംസാരിച്ച് പറഞ്ഞായിരുന്നു അല്ലെ? theist എന്താണ്? A person who believes in the existence of God എന്നാണ്. അപ്പൊ atheist അതെന്താണ്? Exactly, a person who disbelieves in the existence of God. Then comes polytheist. Polytheist, how can you connect? Poly means many and theist means what believe in the existence of God. അപ്പൊ എന്തായിരിക്കാം? Any guess? A person who believes in the existence of many gods. That is what polytheist means. Clear? Now comes autotheist. അവിടെ നമുക്ക് theist ഉണ്ട്. Something it is related with the existence of God. Then what is auto? Auto means to self. അവനവന് തന്നെ എന്നുള്ള അർത്ഥം. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? A person who worships himself or herself, or one who ascribes to himself the possession of divine powers. അങ്ങനെയാണെങ്കിൽ next, monotheist. Mono means single and theist again the existence of God, belief, a doctrine in the existence of God. അപ്പൊ ഇവിടെ എന്തായിരിക്കാം? Guess? Yeah, a person who believes that there is only one God. That's monotheist. ഇനി അടുത്ത വരുന്നത് എന്താ? theophobia. ഫോബിയ നമുക്കറിയാം, സംതിങ് ദാറ്റ് ഹാസ് എ ഫിയർ, നമുക്ക് പേടിയെ കാണിക്കുന്ന ഒരു വേർഡാണ് ഫോബിയ. അപ്പൊ തിയോ നമുക്ക് നേരത്തെ കണ്ടു റിലേറ്റഡ് ടു ഗോഡ് ആണ്. അപ്പൊ എന്തായിരിക്കാം? തിയോഫോബിയ, ഫിയർ ഓഫ് ഗോഡ്.
അങ്ങനെയാണെങ്കിൽ ഹീമോഫോബിയ എന്തായിരിക്കാം? ഹീമോ മീൻസ് റിലേറ്റഡ് വിത്ത് വാട്ട്? ബ്ലഡ്. Then phobia again fear. അപ്പൊ എന്തായിരിക്കും? ഹീമോഫോബിയ, ഫിയർ ഓഫ് ബ്ലഡ്. ചില ആൾക്കാർക്ക് ബ്ലഡ് ഒക്കെ കാണുമ്പോൾ പേടിയാലേ, അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഹീമോഫോബിയ എന്ന് പറയാം. Okay. Now next comes theocracy. ഇനി എന്താ theocracy? It's a government by divine guidance or to officials who are regarded as divinely guided. Simply ആയിട്ട് പറഞ്ഞാല് a country that is ruled by religious leaders. ഇപ്പൊ നമുക്ക് ആ ഒരു വത്തിക്കാൻ സിറ്റിയിലൊക്കെ നമുക്ക് അറിയാം ആരാണ് അവിടെ റൂൾ ചെയ്യുന്നത് നമുക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു തന്നേ. ഇനി അടുത്ത് വരുന്നത് ഡൈത്തീസം. ഡൈത്തീസം, ക്ലൂ കിട്ടുന്നുണ്ട്. ഏതാണ്? ടു അല്ലെ? A belief in two gods, especially അവർക്ക് ടു ഗോഡ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ദൈവം എന്നുള്ളതല്ല. They believe in the creator and on the opposer. അപ്പൊ ഒരു ഗോഡ് ഉണ്ട്, പിന്നെ അവിടെ ഒരു ഈവിളും ഉണ്ട്. അങ്ങനെ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇവര് ബിലീവ് ചെയ്യുന്നത്. അതാണ് ഡൈത്തീസം എന്ന് പറയുന്നത്. Now again comes polytheism. Polytheist നമ്മൾ പറയുന്നത് the person who believes in many gods. Sorry, and polytheism എന്താണ്? A belief that there are many god over there, more than one god ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം എന്നെ കുറിച്ച് പറയാം. ഇനി അടുത്ത ഓട്ടോതിയസം. ഓട്ടോതിയസം നമ്മൾ പറഞ്ഞു. അവിടെ തീസം എന്ന് പറയുമ്പോൾ പേഴ്സണെ വരുന്നുണ്ട്. തിയസം പറയുമ്പോൾ അവിടെ ഒരു ബിലീഫാണ് വരുന്നത്. അപ്പൊ എന്താ ഇവിടുത്തെ ഒരു മീനിങ് വരിക? ദ ബിലീഫ് ഓഫ് ദ സെൽഫ് എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്നാണ്. നെക്സ്റ്റ് കംസ് മോണോതിയസം. മോണോതിയസം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അഗെയിൻ എ പേഴ്സൺ ഹു ബിലീവ്സ് ഇൻ only one god. Now here ഇവിടെ എന്തായിരിക്കും? the belief that there is only one god എന്നുള്ളതാണ്. Then comes mesotheism. So mesotheism means what? Mesotheism means hatred of God എന്നാണ്. Well, these are only a few words I have taken here to just to display over here, but there are more than 100 words related with theo and theism. In this way, you can connect with the root words and the words that are associated with certain root words. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുവാണെങ്കിൽ ഇത് നമ്മുടെ മനസ്സിൽ നിൽക്കും. So now, as we all are going to prepare for the competitive exams, we know that one word substitution is also one component in your competitive exams. So in order to compete all that, we need practice. We need to practice a lot. So practice is your ticket to success. So here we go with the first question. A person who does not save money. This is the first question. And you have your four options here: lavish, affluent, spendthrift, and uneconomic. Four options are there. Ready? You'll be getting 10 seconds. You'll be counting from 1 to 10. So your time starts now. Lavish, affluent, spendthrift, uneconomic. Any guess? ആദ്യമേ ഞാൻ ആൻസേഴ്സിന്റെ ഓരോന്നിന്റെയും പറഞ്ഞുകൊണ്ടല്ലോ, നിങ്ങൾ പെട്ടെന്ന് ഗസ് ചെയ്യും. അതുകൊണ്ട് we'll go for the meanings later after telling the answer. Okay. Any answer? ആരെങ്കിലും ആൻസർ എല്ലാം പറഞ്ഞു? ടീച്ചർ സ്പെൻഡ്രിഫ്റ്റ് പറയുന്നുണ്ട്. Very good. Spendthrift. Spendthrift is the right answer. So now let's check what are the meanings of the other words. Okay. Lavish means sumptuously rich. Then comes affluent, having a great deal of money. And then comes uneconomic, unprofitable. And congrats to all those who have got the right answer. So moving to the next question. One who loves books, very, very easy question. I hope it is very easy. So yeah, again, four options: epilogue, bibliophile, fatal, and baby. Your time starts now. Only 10 seconds. I don't think so. You need 10 seconds. B. Most of them go for option B. Very good. Option B, bibliophile. So what the answer for the, meaning for the next the words? Epilogue. So epilogue is a short poem or speech addressed to the spectators. Then comes fatal, causing to death. And then comes beve, a large group of people thinks of a particular kind. Section so moving to a third question. A person who does not believe in the existence of God. This is എല്ലാവർക്കും പെട്ടെന്ന് കിട്ടും അല്ലെ? ഇതിന് ഒരു സെക്കൻഡേ ഉള്ളൂ കേട്ടോ. കിട്ടിയാണോ? അല്ല, നേരത്തെ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ് ടീച്ചർ. എത്തീസ്റ്റ് അല്ലെ? എത്തീസ്റ്റ് ആണ് ആൻസർ. അപ്പൊ ഹിപ്പോക്രൈറ്റ് എന്താണ്? എ പേഴ്സൺ ഹു പ്രാക്ടീസസ് ഹിപ്പോക്രസി. സ്കൗണ്ടറൽ ഓഫ് വർത്ത്ലെസ് ഫെലോ. ആൻഡ് ദെൻ നമുക്ക് തീസ്റ്റ് അറിയാം, വൺ ഹു ബിലീവ്സ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. വെരി ഈസി ക്വസ്റ്റ്യൻ. So moving to a fourth question.
a person who always looks at the darker side of things. നമ്മൾ quite often ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അല്ലെ, ഒരു എക്സ്പ്രഷൻ ആണ് ഉപയോഗിക്കുന്നത്. Again, cynic, pessimist, optimist and a crook. പെട്ടെന്ന് കിട്ടി കാണുമായിരിക്കും. യെസ് ടീച്ചർ, പെസിമിസ്റ്റ് ആണ് കൂടുതൽ പേര്. പെസിമിസ്റ്റ് ആണ് റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. എന്റെ സിനിക്കിന്റെ അർത്ഥം എന്താണ്? A person who believes that people only do things to help themselves rather than good for good or sincere reasons. തന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഓരോ ആൾക്കാർക്ക് ഒരു സഹായങ്ങളൊക്കെ ചെയ്യത്തില്ല, അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ സിനിക് എന്ന് പറയാം. ഇനി പെസിമിസ്റ്റ് നമ്മൾ ഓൾറെഡി is there. Then optimist, people who always looks at the brighter side of things. And then വരുന്നുണ്ട് crook. ഇപ്പോഴും കള്ളൊക്കെ പറയുന്ന കേട്ടോ. A person who steals, lies, cheats and does other dishonest or illegal things. Now next comes the fifth. A person who abstains from taking alcoholic drinks. Vegetarian, teetotaler, spiritual, cynic. Cynic നമ്മൾ നേരത്തെ കാണിച്ചു അല്ലെ, എന്തായാലും cynic അല്ല. സ്പിരിച്വൽ ആണോ, ടീറ്റോട്ടലർ ആണോ, വെജിറ്റേറിയൻ ആണോ? വെജിറ്റേറിയൻ ആകാനേ ഒരു വഴിയില്ല. അപ്പൊ ഓപ്ഷൻ ആൻസർ കിട്ടി കാണും അല്ലേ? ടീച്ചർ ബിയും സിയും വരുന്നുണ്ട്, എന്നാലും കൂടുതൽ പേര് ബി ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. ടീറ്റോട്ടലർ. നൗ ഇനി അടുത്തതിന്റെ മറ്റേന്റെയൊക്കെ വെജിറ്റേറിയൻ നമുക്ക് അറിയാം, മീറ്റും ഫിഷും ഒന്നും കഴിക്കാത്ത ആൾക്കാരെ നമ്മൾ വെജിറ്റേറിയൻ എന്ന് പറയാം. സ്പിരിച്വൽ, പെർട്ടൈനിങ് ടു സ്പിരിറ്റ് ഓർ ദ സോൾ എന്ന് പറയാം. പിന്നെ സിനിക്ക് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. ഇനി നമുക്ക് ഓപ്ഷൻ നമ്പർ 6 കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവുക കേട്ടോ, കാരണം നിങ്ങൾക്ക് അല്ലെ ബോറടിക്കുക ലാസ്റ്റ് സെഷൻ അല്ലേ. സോ 6th പോവുകയാണ്. A disease confined to a particular area or place. എന്താ വിളിക്കുക? ഇതിനിപ്പോ എന്താ വിളിക്കുക? സ്പൊറാഡിക് ഡിസീസ് എന്നാണോ, അതോ എപ്പിഡമിക് ആണോ, എൻഡമിക് ആണോ, പാൻഡമിക് ആണോ? പാൻഡമിക് നമുക്കറിയാം, we all have gone through that, right? ഇപ്പൊ പാൻഡമിക് ആകാൻ വഴി എന്തായാലും ഒരു പർട്ടിക്കുലർ പ്ലേസിലൊന്നും അല്ലല്ലോ പാൻഡമിക് നിന്നത് അല്ലെ. ആൻസർ കിട്ടിയോ? എൻഡമിക് ഡിസീസ് ആണ് അല്ലെ. അപ്പൊ എൻഡമിക് ആണ് വേണമെങ്കിൽ മറ്റു സ്പൊറാഡിക് എന്താണെന്ന് നോക്കാം. ഡിസീസ് ദാറ്റ് ആർ സീൻ ഓൺലി വൊക്കേഷണലി. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, സ്പൊറാഡിക് ഡിസീസ് എന്ന് വിളിക്കാം. നമുക്ക് എക്സാമ്പിൾ റാബീസ് ഉണ്ട്, ടെറ്റനസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എപ്പിഡമിക്, വാട്ട് ഈസ് എപ്പിഡമിക്? An unexpected increase in the number of disease cases in a specific geographical area. Example, measles, smallpox. Pandemic നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് ആണ് അല്ലെ. വേൾഡ് വൈഡ് സ്പ്രെഡ് ഓഫ് എ ന്യൂ ഡിസീസ്. So next comes the 7th question. A disease affecting many persons at the same time and place. Options again, epidemic, endemic, sporadic, pandemic. എന്തിനാണെന്നറിയാമോ ഇത് എനിക്ക് തന്നെന്ന് വെച്ചാൽ ഇത്രയും കാര്യം അറ്റ്ലീസ്റ്റ് ഈ ഒരു 4 വാക്കുകളെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്താണ് ആൻസർ? എന്തായാലും കിട്ടിക്കാണും. എപ്പിഡമിക് നമ്മൾ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞു പോയതാണ്. A disease confined to a particular area or place ആണ് നമുക്ക് എന്ത് പറയുന്നത്, എൻഡമിക് എന്ന് പറയുന്നത്. സ്പൊറാഡിക് നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിസീസ് ദാറ്റ് ആർ സീൻ ഓൺലി ഒക്കേഷണലി. പാൻഡമിക് നമ്മൾ അഗൈൻ a worldwide spread of a disease. ഇനി അടുത്തത് ടോക്കിംഗ് ഡിസ്റെസ്പെക്ട്ഫുള്ളി ഓഫ് സേക്രഡ് തിങ്സ്. എന്തായിരിക്കും? ഇല്ല, വ്യത്യാസമാകാൻ വഴിയില്ല. അത് നമ്മൾ നേരത്തെ ഒന്ന് സംസാരിച്ച കാര്യം, ഡിസ്കസ് ചെയ്ത കാര്യം അല്ലെ. ഇനി അടുത്ത ഈ 3 വാക്കുകളാണ്. ഓപ്ഷൻ എ ആണ് കുട്ടികളും പറയുന്നത് ടീച്ചർ. എക്സാക്ട്ലി, ഓപ്ഷൻ എ, ബ്ലാസ്ഫെമി. അങ്ങനെ എനിക്ക് വാട്ട്സ് ദ മീനിങ് ഓഫ് ദി അതർ വേർഡ്? ഹെറസി, belief or opinion contrary to orthodox religious doctrine. കേട്ടോ. അപ്പൊ എന്തിനാ അതിപ്പോ എന്താ മലയാളം പറയുക അതിന്? ഹെറസി എന്ന് പറയുമ്പോ ആചാര വിരോധം, ചില ആചാരങ്ങൾക്ക് എതിരെ ആൾക്കാരൊക്കെ നിൽക്കത്തില്ലേ, അപ്പൊ അതിനാണ് നമ്മൾ എന്താ ഹെറസി എന്ന് പറയാം. വ്യത്യാസം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആബ്സെൻസ് ഓഫ് ബിലീഫ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. അപ്പൊ ഇതെന്താ സ്റ്റാമ്പ് ആയില്ലേ, വ്യത്യാസം. ഇനി അപ്പോസ്റ്റസി, ദ അബാൻഡൻമെന്റ് ഓഫ് റിലീജിയസ് പൊളിറ്റിക്കൽ ബിലീഫ്. ഇതാണ് ഇത്രയുള്ള വിശ്വാസത്യാഗം എന്നാണ് നമ്മൾ അപ്പോസ്റ്റസിയുടെ മലയാളം എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 9. ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ഡീലിംഗ് വിത്ത് ദ ഹെൽത്ത് ആൻഡ് കെയർ ഓഫ് ഓൾഡ് പീപ്പിൾ. പീഡിയാട്രിക്സ് എന്തായാലും അല്ല. ടാക്സിഡർമി ആണോ, പെനേഷ്യ ആണോ, ജിറിയാട്രിക്സ് ആണോ എന്നുള്ളതായിരുന്നു സംശയം. പീഡിയാട്രിക്സ് നമുക്ക് മാറ്റി നിർത്താം.
ബാക്കിയോ ഓഡ് വൺ ഔട്ട് എന്നുള്ള രീതിയിൽ ഇതിൽ മാറ്റാം. പിന്നെയും ഉണ്ട് 3 എണ്ണം. ഈ 3 എണ്ണത്തിൽ നമുക്ക് ആരെയൊക്കെ മാറ്റാമെന്ന് നോക്കിയിട്ട് പറ്റിയ ആൻസർ ജീറിയാട്രിക്സ്. കിട്ടിയോ ആർക്കെങ്കിലും? ആർക്കെങ്കിലും കിട്ടിയോ? സുഹാന മാം സി ഒക്കെയാണ് പറയുന്നത്. സി, ഓപ്ഷൻ സി, ബി. അപ്പൊ നമുക്ക് ജീറിയാട്രിക് ഹോംസ് ഉണ്ട്. ഇപ്പൊ ഓൾഡ് ഏജ് ഹോംസിനാണ് നമ്മൾ ജീറിയാട്രിക് ഹോംസ് എന്നൊക്കെ പറയാം. അപ്പൊ എന്തായാലും കണക്ട് വിത്ത് ഓൾഡ് പീപ്പിൾ ആണെങ്കിൽ ജീറിയാട്രിക് എന്നുള്ള ഒരു വേർഡ് നമുക്ക് കിട്ടിയല്ലോ അല്ലെ? അപ്പൊ പീഡിയാട്രിക്സ്, a branch of medicine that is involved in the medical care of infants. Then taxidermy. Taxidermy, what is taxidermy? The art of preparing and stuffing and mounting the skins of animals and life ഒക്കെ ചിലയിടത്തൊക്കെ നമ്മൾ ഈ ആനിമൽസിന്റെ സ്കിന്നിലൊക്കെ സ്റ്റഫ് ചെയ്തൊക്കെ നമുക്ക് ജീവൻ തുടിക്കുന്ന പോലെയൊക്കെ വെക്കത്തില്ല. ആ ഒരു ആർട്ടിനെ നമ്മൾ പറയുന്നത് ടാക്സിഡർമി എന്ന് പറയാം. ഇനി അടുത്ത പനേഷ്യ, a solution or remedy for all difficulties or diseases. ഓക്കെ, ഇനി അടുത്തേക്ക് പോവാം അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 10. A person who can speak several languages. Linguist, literary, polyglot and bilingual. Bi means ഇവിടെ 2 ആണ്. അപ്പൊ that means anyway അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. Literary, something related with literature, അപ്പൊ അതിനെ നമുക്ക് മാറ്റി നിർത്താം. Then linguistum polyglottum ആണോ? പോളി നമുക്ക് നേരത്തെ പറഞ്ഞു, പോളി മീൻസ് മെനി എന്നൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ any guess? So the answer option is C. Option C. Yeah, option C, polyglot. So what's the meaning of linguist? A person skilled in foreign language. Then literary, concerning something related to literature. Then comes bilingual, a person fluent in 2 languages. So here we go with next session, next question number 11. An excessively greedy eater. ഭയങ്കര കാര്യങ്ങൾ വിളിച്ചിട്ടുണ്ടാവും അല്ലെ? എങ്ങനെയെങ്കിലും hyperbole, പിന്നെ അടുത്തെന്താണ് plagiarist, then comes glutton, then comes parasite. Option C ആണ് കൂടുതൽ പേര് ഓപ്റ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ സി glutton അല്ലേ? അപ്പൊ ഹൈപ്പർബോളെ നമുക്കറിയാം ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. അതിനെ കുറിച്ച് കൂടുതൽ ഒരു എലാബറേഷൻ വേണ്ട കാര്യമില്ല. ഇനി പ്ലേജറിസ്റ്റ് എന്താണ്? One who lifts the words, writings or ideas or another and passes off as he saw her own. ചില ആൾക്കാർ തീസിസ് ഒക്കെ എഴുതുമ്പോൾ മറ്റുള്ളവരിൽ കടം എടുത്ത് അവരുടെ പേരൊക്കെ എഴുതി വെച്ചൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ? അപ്പൊ അത് പ്ലേജറിസം ആണ് കേട്ടോ. ആ ചെയ്യുന്ന ആളിനെ വിളിക്കുന്നത് പ്ലേജറിസ്റ്റ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ പാരസൈറ്റ്സ് എന്താണ്? One who lives on other people's efforts or expenses. ഇപ്പൊ നമുക്ക് നമ്മളുടെ ഒരു പ്ലാന്റ് സ്ട്രക്ചറിൽ എടുക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ചില പ്ലാന്റ്സ് ഏതെങ്കിലും കൂടെ നിന്നെങ്കിൽ മാത്രമേ അതിന്റെ എക്സിസ്റ്റൻസ് ഉള്ളൂ അല്ലേ? അപ്പൊ അതിൽ നിന്നൊക്കെ എല്ലാം ഊറ്റിയൊക്കെ എടുത്തിട്ടൊക്കെ ആയിരിക്കും അത് ജീവിക്കുന്നത്. അപ്പൊ ചില ആൾക്കാരും ഉണ്ട് കേട്ടോ അങ്ങനെ പോലെ പാരസൈറ്റ്സ് പോലെ. അപ്പൊ ഇതാണ് ഇത്രയേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12. ആർട്ട് ഓഫ് ഗാർഡൻ കൾച്ചർ. ഇവിടെ ചെറിയ നമുക്കൊരു കൺഫ്യൂഷൻ വരുമോ? ലാൻഡ്സ്കേപ്പ്, ഫ്ലോറികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഗാർഡനിങ്. Then floriculture എന്ന് പറയുമ്പോൾ flower something related with flower ആണ്. അപ്പൊ അത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. Then gardening ആണോ ഇനി ലാൻഡ്സ്കേപ്പ് ആണോ എന്നൊരു ചെറിയൊരു സംശയം ഉണ്ടാവും. Any guess? ഓപ്ഷൻ ഡി ആണ് കൂടുതൽ പേര് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ ഡിയോ? അതെ. അയ്യോ, നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണോ, ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ നോക്കാം. ഓപ്ഷൻ സി ആണ് ഹോർട്ടിക്കൾച്ചർ. ആർട്ട് ഓഫ് ഗാർഡൻ കൾട്ടിവേഷൻ, ആ ഒരു ആർട്ടിനെ നമ്മൾ പറയുന്നത് ഹോർട്ടിക്കൾച്ചർ എന്നുള്ളത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ലാൻഡ്സ്കേപ്പ്, ഓൾ ദ വിസിബിൾ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഏരിയ, ലാൻഡ് ഓഫൻ കൺസിഡേർഡ് ഇൻ ടേംസ് ഓഫ് ഈസ്തെറ്റിക് അപ്പീൽ. ഫ്ലോറികൾച്ചർ, സ്റ്റഡി ഓഫ് ഗ്രോയിങ് ആൻഡ് മാർക്കറ്റിംഗ് ഫ്ലവേഴ്സ് ആൻഡ് ഫോളിയേജ് പ്ലാന്റ്സ്. പിന്നെ ഗാർഡനിങ് എന്താണ്? ആക്ടിവിറ്റി ആണ്. ആക്ടിവിറ്റി ഓഫ് ടെൻഡിങ് ആൻഡ് കൾട്ടിവേറ്റിംഗ് എ ഗാർഡൻ എസ്പെഷ്യലി ആസ് എ പാസ്റ്റ് ടൈം. അതാണ് ഗാർഡനിങ് എന്ന് പറയുന്നത് കേട്ടോ. So moving to 13th question. The detailed route plan teacher. ടീച്ചർ സ്റ്റക്ക് ആയോ? Yes, teacher. ഒരു കാര്യം ചെയ്യാം മക്കളെ, നമ്മൾ ഇത് നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ തരും. അപ്പം അത് നിങ്ങൾ അത്
ആൻസേഴ്സും ഉണ്ടാവും, അത് വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, നമ്മളിപ്പോ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സുഹാന ടീച്ചർ ഒന്ന് താങ്ക്സ് പറയാം. ടീച്ചർ ഓഡിബിൾ ആണല്ലോ അല്ലേ? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റങ്ങളാണ് CUET മൂലം കൊണ്ടുവന്നിരിക്കുന്നത്. വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് അനന്തമായ സാധ്യതകളാണ് CUET മുന്നിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കോച്ചിങ്ങിന് പ്രാധാന്യമേറി വരികയാണ്. ഇത്തരത്തിലുള്ള ഒരു ഇനിഷ്യേറ്റീവുമായി മുന്നോട്ട് വന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഹയർ സെക്കൻഡറി വിഭാഗം, കരിയർ ഗൈഡൻസ് ആൻഡ് എൻറോൾമെന്റ് കൗൺസിലിംഗ് സെല്ലിന് പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഒപ്പം ഇതിന്റെ നേതൃത്വം നൽകുകയും നമുക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് നൽകി വരികയും